ഹലോ നമസ്കാരം. ഓസ്റ്റിനിലെ എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ടിയ. ഞാൻ റിൻസി. വി വെൽക്കം യു ഓൾ ടു ഗാമ ഓണം 2021. ലാസ്റ്റ് ഇയർ ആയിരുന്നു ആദ്യമായി ഓണം വെർച്വലായിട്ട് ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് കേട്ടപ്പോൾ വാട്ട്, ഓണം വെർച്വലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചു. പക്ഷേ അതും നമ്മൾ ഗാമ പോസിബിൾ ആക്കി തന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്മ്യൂണിറ്റി. ആൻഡ് അന്ന് ആ ഓണം വെർച്വലായിട്ട് കഴിഞ്ഞു. പിന്നെ ക്രിസ്മസ് ആയി. ഇപ്പോൾ അടുത്ത ഓണവും വെർച്വലായിട്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. ഗാമ ആക്ച്വലി ഈ വർഷം ഓണം ഇൻ പേഴ്സൺ നടത്താനിരുന്നതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കേസസ് വീണ്ടും റൈസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യവും വെർച്വലായിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ദ ഡസൻ മീൻ ദ എൻ്റർടൈൻമെൻറ്റ് ഇസ് ഗോയിൻ ബി ലെസ്. നമ്മൾ കുറേ ഫൺ എൻജോയ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. സോ കുറേ സർപ്രൈസസ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരുപാട് പെർഫോമൻസസ് നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് വി ഹാവ്, റൈറ്റ്? പക്ഷേ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ കോവിഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുക. എനിക്കറിയത്തില്ല വെൻ ഇസ് ദാറ്റ് ഗോണ ഹാപ്പൻ, റൈറ്റ്? പക്ഷേ പറയാനുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും കുറച്ച് സെൽഫിഷ് ആവുക. ലൈക്ക് ആരുടെ അടുത്തൊന്നും ഒന്നും മേടിക്കാതിരിക്കുക, ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുക, മാക്സിമം വാക്സിനേറ്റഡ് ആവുക, സേഫ് ആവുക, ഹാപ്പി ആയിട്ട് പോവുക, അത്ര തന്നെ. അപ്പൊ നമ്മൾ അധികം പറഞ്ഞ് ഓവറാക്കി ബോർ അടിപ്പിക്കുന്നില്ല. നമ്മൾ പതുക്കെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അല്ലേ? Let's look forward to what's coming up. Yes. ഇത് നമ്മുടെ ദിവ്യാവായ ഗാമിയുടെ പെൺകരുത്ത്. ആളൊരു സകലകലാവല്ലഭ്യാണ്. സംഗീതം, നൃത്തം, അങ്ങനെ. പക്ഷേ മൈക്കൊരു വീക്ക്നെസ്സാണ്. അത് കൈ കിട്ടിയാൽ പിന്നെ ബോൾ കൈ കിട്ടിയ റൊണാൾഡോ പോലെയാ. ചേട്ടാ ഈ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ചേട്ടാ മറ്റേ മൈക്ക് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. പ്രോഗ്രാം ലീഡാ, പ്ലീസ് എല്ലാം ഒന്ന് വേഗം റെഡി ആക്കണേ. അല്ല, നിങ്ങളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം 1 മണിക്കൂർ മുന്നേ എല്ലാവരും വരും സഹായിക്കുന്നു പറയും. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എല്ലാരും വരുന്നുണ്ട്, എല്ലാരും ഓൺ ദ വേയാ. നോക്കട്ടെ ഇവിടെ എന്താ പ്രശ്നം. ആളെ അങ്ങോട്ട് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. രാവണ, തനി രാവണൻ, നമ്മുടെ പ്രസിഡന്റ്, പേര് ഷൈജു. പ്രസിഡന്റ് മാവേലി വന്നോ? മാവിനോടാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചത്. ഞാൻ ജിനുവിനെ വിളിക്കാം. ഇവനാണ് ഗാമിയിലെ ഭീമസേന. പേര് ജിനു, സെക്രട്ടറിയാ. എപ്പം നോക്കിയാലും ജിമ്മിലാ. ഒരു ആവശ്യത്തിന് വിളിച്ചാലും കിട്ടില്ല. അവന്മാരവിടെ പൂക്കളോട്ടോണ്ടിരിക്കുക. എന്റെ ഭായി കൊറോണ കഴിയാണ്ട് നമ്മളിങ്ങനെ സിനിമ കൊണ്ടിരിക്കുക. അതൊക്കെ ഒന്നല്ല, എല്ലാവരും വാക്സിനേറ്റഡ് ആവട്ടെ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നോക്കി. ശരി, ഞാൻ നോക്കിയിട്ട് വരാം. പിന്നെ ഇത് നമ്മുടെ സിജു, ഗാമിയുടെ മൂവി ലീഡാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് മൂവീസ് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന മനുഷ്യനാണ്. ഇപ്പോൾ സിനിമയുമില്ല, നാടകമില്ല. ഒറ്റ കാണാനില്ല അവിടെ. ഓ, പ്രോഗ്രാം ലീഡിന്റെ ഒരു അവസ്ഥ. ഇവനാണ് നമ്മുടെ പ്രോഗ്രാം ലീഡ്. പേര് മനോജ്. ഉപ്പ് മുതൽ കറുപ്പൂരം വരെ എന്ത് വേണമെങ്കിലും ആശുവിനോട് പറഞ്ഞാൽ മതി, അവൻ എത്തിച്ചേരും. ആളൊരു പുലിയ, പക്ഷേ മൂക്കത്താണ് ശുണ്ടി. ഇത് നമ്മുടെ ഗാമയിലൊരു കാരണവരാ. വൈസ് പ്രസിഡന്റാണ് കേട്ടോ, പേര് അരുൺ. എല്ലാ കാര്യത്തിലും ആശാനൊരു പെർഫെക്ഷൻ വേണം. എല്ലാത്തിനും എന്റെ കൈ തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹലോ, ജിജിത്താണോ? ഇത് ജിജിത്ത്, വെന്യൂ ലീഡാണ്. കൊറോണ കാലഘട്ടത്തിൽ ഗാമയ്ക്ക് വേണ്ടി വെന്യൂ തപ്പലാണ് മൂപ്പരുടെ പാർട്ട് ടൈം ജോലി. അതെ, വെന്യൂവിന് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ നീ? ഇവിടെ പിള്ളേരൊക്കെ തട്ടി വീഴുന്ന കാണുന്നുണ്ട്. നമ്മള് പക്കയല്ല ഇൻഷുറൻസ് അല്ല, എനിക്ക് പ്രശ്നമാവേ. ഷെനായി എത്തിയോ? ഇത് നമ്മുടെ ഷേണായി, ഗാമിയുടെ
നീതി കാക്കുന്ന ബോധം എപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ മൈക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാറുന്നേ. ഇതൊന്നും സൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഇതിന് കാശൊക്കെ കൊടുത്താണോ? ഇതിന് കാശൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റ് സ്വല്പം ടൈറ്റ് ആണ്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടും ഒക്കെ ചെയ്യണം. നമ്മുടെ വെണ്ടർ ആരാ? മാർഷൽ ആണ് നമ്മുടെ വെണ്ടർ. പക്ഷെ അത് അലക്സ് ആണ്, നമ്മുടെ പ്ലാനിംഗ് ലീഡ് അലക്സ് ആണത്. ഇത് അലക്സ് പ്ലാനിങ് ലീഡാണ്. മൂപ്പരൊരു കൊച്ചു കൗണ്ടർ കിങ്ങാ. എപ്പോഴും കൗണ്ടർ അടിച്ച് കാര്യം സാധിക്കും. എന്നാ അലക്സിനെ ഒന്ന് ക്ഷമ വിളിച്ച് ചോദിച്ചേ. വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ വേറെ നോക്കിയിട്ട് വരട്ടെ. ഓക്കെ. അലക്സ്, നമ്മുടെ മൈക്കിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ, ശരിയാവില്ല അല്ലേ? ഓക്കെ. സ്പോൺസേഴ്സിന് സമയം ഇതിനെ ടേബിളും ചെറുതും റെഡിയല്ലേ? നമ്മുടെ ഇൻവെന്ററിയിലൂടെ പ്രശാന്തേ. ഇത് രാകേഷ് സ്പോൺസർഷിപ്പ് ലീഡാണ്. ഗജാഞ്ചിക്ക് ചെക്ക് കൊടുക്കലാണ് മൂപ്പരുടെ ഒരു മെയിൻ ഹോബി. എന്റെ പ്രശാന്ത്, സ്പോൺസേഴ്സ് വരാൻ സമയം സ്റ്റേജില് ടേബിൾ ഇല്ല, ചെയർ ഇല്ല. ഇതൊക്കെ എവിടെ? രാകേഷ്, ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇൻവെന്ററി ലിസ്റ്റിലേക്ക് ഇതൊക്കെ അയച്ചു തരണമെന്ന്. എനിക്ക് ഞാൻ ശരിയാക്കാതെ വേഗം ശരിയാക്കി. ബൊക്കെ എവിടെ? ബൊക്കയും നിലവിളക്കും പറയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇപ്പൊ ശരിയായിട്ടുണ്ട്. നിലവിളക്ക് ഓക്കെ ഉണ്ട്. നടു പൊടിഞ്ഞു കേട്ടോ. എന്റെ പ്രശാന്ത്, ഒന്നുകൂടെ മറുപടി വേഗം കൊണ്ടുപോവാ. എല്ലാവരും വരാനായി. എല്ലാം റെഡിയാക്കാം. സാധനം കയ്യിലുണ്ടോ? യെസ്, ഞങ്ങളുടെ സ്വന്തം ഇൻവെന്ററി ലീഡാണ് പ്രശാന്ത്. എന്ത് സാധനങ്ങളും ഗാമയ്ക്ക് ആവശ്യമുള്ളത് പ്രശാന്തിന്റെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഇത് സിജോ. ആളൊരു ഓൾ ഇൻ ഓൾ ആണ്. മീഡിയ ലീഡ്, സ്പോർട്സ്മാൻ, അങ്ങനെ ഏത് റോളും ഗാമയ്ക്ക് വേണ്ടി മൂപ്പര് സ്വീകരിക്കും. തലയിൽ എപ്പോഴും തൊപ്പി കാണും. അത് മൂപ്പരുടെ ഒരു വീക്ക്നെസ്സാ. എന്തല്ലാ കമ്പ്യൂട്ടറിൽ കുത്തിയിരിക്കാൻ ആഡ്സിലോടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓൾ സെറ്റ് ആണ് ബ്രോ. ഉറപ്പല്ലേ? എല്ലാ സ്പോൺസേഴ്സിന്റെ വീഡിയോ ഒക്കെ പക്കല്ലേ? ഞാൻ അവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് റോഷനെ ഒന്ന് ചെക്ക് ചെയ്തോ? അത് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാവോ? സിജോ അടിപൊളിയാണോ? ഒരു കുഴപ്പമില്ല. പരിപാടികൾ സെറ്റ് ആയിട്ടുണ്ട്. ലൈവിന്റെ കാര്യത്തിലൊന്ന് ലൈവ് പോകാൻ സമയമായിട്ട് ആക്ച്വലി അല്ലല്ല, ഞാൻ വെബിന്റെ അജനെ ഒന്ന് വിളിച്ചു. ഇതാണ് നമ്മുടെ അജൻ ഡാനിയൽ. ഗാമയുടെ വെബ്സൈറ്റിന് 2 കൈ കൊണ്ടും താങ്ങി നിൽക്കുന്ന മനുഷ്യൻ. അജൻ, വെബിലെല്ലാം ശരിയാണല്ലേ? നമ്മൾ രണ്ടുപേരാണ് വെബിന്റെ ലീഡ്. പല പാളിച്ചും പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ പഞ്ഞിക്കിടും, അറിയല്ലോ. ഓക്കെ, ഇൻ കേസ് വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ശരി. ഓക്കെ. റോഷനെ, ഇത് റോഷൻ. കണ്ട ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. തനി രാവണനാണ്. 10 തലയാവന്. ഗാമയെ ഇന്റർനെറ്റിൽ ഫേമസ് ആക്കുന്ന പുലി. നമ്മുടെ പ്രൈം ഷോ ഹരീഷ് സ്റ്റുഡിയോയിലെത്തിയോ? ഹരീഷ് സ്റ്റുഡിയോയിലെത്തി. ഹരീഷ് അവിടെ എല്ലാം സെറ്റാണോ? അവിടെ എല്ലാം സെറ്റാണ്. നിതിനായിട്ട് സംസാരിച്ചിട്ടുണ്ട് സ്റ്റുഡിയോയുടെ. നോബി വിനുവാടിമാരിയൊക്കെ അവരുടെ വീഡിയോ ഒക്കെ റെഡിയാണ്. എല്ലാം റെഡിയാണ്. അവർ വരുമല്ലോ അല്ലേ? അവരൊക്കെ റെഡിയാണ്. ഓക്കെ, അന്നേരം ഒന്നും ചേഞ്ച് ആവില്ല. ഫ്ലവേഴ്സിന്റെ അവരൊന്ന് സംസാരിക്കണം ബാക്കിയുണ്ട്. ഓക്കെ, നീ തന്നെ ഫ്ലവേഴ്സിന്റെ അടുത്ത് സംസാരിക്കും. ശരി ശരി. ഓക്കെ. അത്തപ്പൂക്കളം റെഡി. സ്റ്റേജ് ആൻഡ് സൗണ്ട് റെഡി. ഓസ്റ്റിൻ, നമ്മൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഗാമ ഓണം 2021 ഇന്നിവിടെ തിരി തെളിയുകയാണ്. എന്നത്തെയും പോലെ നല്ലൊരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമുക്ക് ആഘോഷം തുടങ്ങാം. ലെറ്റ് മീ വെൽക്കം ആരതി രമേശ് ഫോർ ദ പ്രയർ സോങ്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ
അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. ആനന്ദ നടനം ആടിനാർ. So that's the song. Ananda Nadanam Adinar means dance of delight from famous Malayalam movie Kamaladalam. This dance describes Ahalya Moksham, where Lord Rama relives Ahalya from the curse, and it also describes Lord Krishna in Dwapara Yuga. ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, കനക സഭയിലാനന്ദ നടനം ആടിനാർ. ശിലയിൽ നിന്നുയിരാർന്നൂരകല്യയാൾ, രാമഭക്തിലേയമാർന്നോരാനന്ദ നടനം ആടിനാൾ, ആനന്ദ നടനം ആടിനാൾ. ദ്വാപരയുഗധർമ്മഗോവർദ്ധനം ഗജ ഗജ മാഗ നി സദാ സാ മാമ സാ ദ്വാപരയുഗധർമ്മഗോവർദ്ധനം കണ്ണന്റെ തൃക്കൈയിൽ ഉണരുമ്പോഴാനന്ദ നടനം ആടിന ഗോകുലമാനന്ദ നടനം ആടിന. രാസക്കേളി നികുഞ്ചങ്ങളിൽ ദയരാസക്കേളി പ്രേമലോലയാരാധിക, പ്രേമലോലയാരാധിക, ആനന്ദ നടനം ആടിനാൾ, ആനന്ദ നടനം ആടിനാർ, കതിരാനന്ദ നടനം ആടിനാർ, കനക സഭയിലാനന്ദ നടനം ആടിനാർ. നടനം ആടിനാർ, കതിരാനന്ദ നടനം ആടിനാർ. Bharatnatyam, which is a traditional dance form of Chennai, is performed by 5 little dancers here in Austin. And this dance is a semi-classical form, and it is choreographed by Sridevi Deepu.
धीरे ना धीरे ना नितोम तनर धीरे ना धीरे ना नितोम तनर धीरे ना धीरे ना उदन दीम तदन धीम तन धीरे ना उदन दीम तदन धीम तन धीरे ना धीम तनो 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 धीरे ना धीम तनो 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 धीरे ना नितोम तनर धीरे ना 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 धीरे ना उदन दीम तदन धीम तन धीरे ना उदन दीम तदन धीम तन धीरे ना धीम तनो 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 धीरे ना धीम तनो 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 धीरे ना तुम तनर धीरे ना धीरे ना Trusted Realty. The mission is to provide trustworthy and honest service to our clients. As you all know, Trusted Realty is based in Austin, the capital city of Texas. I'm in this industry for the past 5 years, serving diverse clients based on the same values. We are honest and straightforward in all our communications. We are extremely dedicated and available for our clients any time of the day to accomplish their dream. Home buying or selling is the largest financial decision anyone will make in their lifetime. We try to make it as simple as possible. In real estate, if you cannot understand the client, you cannot deliver it. We always try to understand our clients better and always explain the pros and cons of the property so that they can take the right decision. If the property is not right for you, we are one of the few in the industry to say that it is not for you. We are not here to sign a contract. We are here to give you a positive experience and make sure you make the right decision. Welcome to La Frontier Dental, Cosmetic and Family Dentistry. Dr. Satish and his team are committed to provide exemplary dental care. We will provide individual attention and personal care. Our highly skilled team is committed to exceeding your expectations of quality dental care. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഓണം ബ്ലെസ് അവതരിപ്പിക്കുന്ന ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് ആൻഡ് ഇറ്റ് ഇസ് പെർഫോം ബൈ കിഡ്സ്.
sa 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 ni sa ri sa pa ma ma da 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 sa ri pa pa sa 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 ni sa ri sa pa ma ma da 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 sa ri pa pa ga ma da ni sa ni ri sa அழகே அழகே எதுவும் அழகே அன்பின் விழியில் எல்லாம் அழகே மழை மட்டுமா அழகு சுடும் வெயில் கூட ஒரு அழகு மலர் மட்டுமா அழகு விழும் இலை கூட ஒரு அழகு புன்னகை வீசிடும் பார்வைகள் அழகு வார்த்தைகள் தீர்க்கையில் மௌனங்கள் அழகு நன்மைக்கு சொல்லிடும் பொய்களும் அழகு உண்மை அதுதான் மெய்யாய் அழகு கமதனிசா நிரிசா கமதனிசா கரிசா നല്ലൊരു ഡാൻസ് ആയിരുന്നു. താങ്ക് യു ഗൈസ്. Tandava is a dance of passion, anger, and intense energy. Tandava performed by Lord Shiva, who's also known as Nataraja, the god of dance. So, നമുക്കൊരു ശിവതാണ്ഡവം കണ്ടിട്ട് തിരികെ വരാം. Om Namah Shivaya. जटाटवी गलज्जल प्रवाह पावितस्थले कलेवलम्ब्य लम्बितां भुजंग तुंग मालिकान्तमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्ड ताण्डवं तनोतु नः शिव शिवम् जटाकटाह सम्भ्रम भ्रम निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि धगत् धगत् धगज्ज्वलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रतिः प्रतिक्षणं मम धराधरेन्द्र नन्दिनी विलास बन्धु बन्धुरस्फुरद्दिगन्त सन्तति प्रमोदमान मानसे कृपा कटाक्ष धोरणी निरुद्ध दुर्धरापदि क्वचिद्दिगम्बरे मनो विनोदमेतु वस्तुनि जटाभुजंग पिंगल स्फुरत् प्रणामणि प्रभा कदम्ब कुङ्कुमद्रव प्रलिप्त दिग्वधूमुखे मदान्द सिन्धुर स्फुरत्वगुत्तरीय मेदुरे मनो विनोदमद्भुतं बिभर्तु भूत भर्तरि ओम नमः शिवाय सदा शिवं भजाम्यहं सदा शिवं भजाम्यहम् ॐ नमः शिवाय प्रफुल्ल नील पंकज प्रपंच कालिम प्रभावलंबि कंठ कंदली रुचि प्रबद्ध कंधरं स्मरच्छिदं पुरच्छिदं
भवच्छिदं मथच्छिदं गजच्छिदान्धकच्छिदं तमन्तकच्छिदं भजे अखर्व सर्वमङ्गलाकलाकदम्बमञ्जरी रसप्रवाह माधुरी विजृम्भणा मधुव्रतं स्मरान्तकं पुरान्तकं भवान्तकं मखान्तकं गजान्तकान्धकान्तकं तमन्तकान्तकं भजे इदं हि नित्यमेव मुक्तमुत्तमोत्तमोत्सवं पठन् स्मरन् ब्रुवन्नरो विशुद्धिमेति सन्ततं हरे गुरौ सुभक्तिमाशु याति नान्यथा गतिं विमोहनं हि देहिनां सुशङ्करस्य चिन्त विमोहनं हि देहिनां सुशङ्करस्य चिन्त विमोहनं हि देहिनां सुशङ्करस्य चिन्तनो ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ നോബി സ്റ്റാർ മാജിക്, കോമഡി സ്റ്റാർസ് എന്ന നിരവധി ടെലിവിഷൻ കോമഡി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ മാൽഗുഡി ഡേയ്സ്, മധുരരാജ, പുലിമുരുകൻ തുടങ്ങിയ നിരവധി മലയാള ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഈയിടെയായി ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്ത ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലും നോബി പങ്കെടുത്തിട്ടുണ്ട്. ടോപ്പ് 10ലും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോബി ചെയ്ത പ്രോഗ്രാമാണ് നമ്മുടെ ഗാമ ഓണത്തിന് വേണ്ടി ഈ വർഷം. നോബി മാത്രമല്ല, നമ്മെ കുടുകുടാ ചിരിപ്പിക്കുന്ന ബിനു അടിമാലിയും ഈ സ്കിറ്റിലുണ്ട്. അദ്ദേഹം 50-ൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ മാജിക്കിലൂടെയും നമുക്ക് പരിചിതനാണ്. സ്റ്റാർ മാജിക്കിലെ പല കോമഡി സ്കിറ്റുകളുടെയും സ്ക്രിപ്റ്റ് പിറന്നു വീണത് അഖിലിൻ്റെ മനോഹരമായ തൂലിക ചലനത്തിലൂടെയാണ്. ബിഗ് ബ്രദർ, നിഴൽ, ചിൽഡ്രൻസ് പാർക്ക് എന്നീ 3 സിനിമകളിലും സ്റ്റാർ മാജിക്കിലൂടെയും നമുക്ക് സുപരിചിതനാണ്. കൊല്ലം സുധിയും ഈ സ്കിറ്റിൽ അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ സ്കിറ്റ് നമുക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അനൂപ് ജോൺ. അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിൻ്റെ ഷോ ഡയറക്ടറാണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഫോർ ടെലിവിഷൻ എൻ്റർടൈൻമെൻറ്റ് റിസീവ് ചെയ്തത് അനൂപ് ജോൺ ആണ്. ലെറ്റ്സ് ഓൾ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് എൻജോയ് ദിസ് comedy show presented by Nobi and his friends. Thank you. നമസ്കാരം. ഓസ്റ്റിൻ ഗാമ മലയാളി അസോസിയേഷൻ വെർച്വൽ ഓണം 2021 ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഓണം, ആദ്യത്തെ ഒരു ഓണം പ്രളയം കൊണ്ടുപോയി, രണ്ടാമത് മിനി പ്രളയം എന്ന ആ ഓണം കൊണ്ടുപോയി, മൂന്നാമതിപ്പോൾ കോവിഡ് എന്ന മഹാമാരി ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. നമ്മളതിനെയൊക്കെ ഇങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്താണ് മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം വരുന്നത്. ഈ സമയത്താണ് ഓസ്റ്റിൻ ഗാമ മലയാളി അസോസിയേഷൻ്റെ ഈ വർഷത്തെ ഓണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്കറിയാം. എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് വിശ്വാസമായിട്ട് അവരെന്നെ ഏൽപ്പിച്ചത്. അതിന് അവസരം നൽകിയ ഇതിൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓണം അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഓണം അടിച്ച് പൊളിക്കാനായിട്ട് ഗാമ വെർച്വൽ ഓണം 2021 എന്നോടൊപ്പം അണിചേരുന്ന മറ്റൊരു താരത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഓണത്തിൻ്റെ മാറ്റ് കൂട്ടുവാൻ വേണ്ടിയിട്ട് മലയാളികളുടെ അഭിമാന താരം ബിനു അടിമാലി. ഒരുമാതിരി വിളക്കെണ്ണ കാടിയുടെ അത് തൂത്ത് കളയാത്താൻ്റെ അടുത്ത് വിളക്കിൽ എണ്ണ എടുത്തപ്പോൾ തൂത്ത് കളഞ്ഞാൽ ഞാൻ മറന്നു. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്തായാലും ഞാൻ വാറ്റ് കൊണ്ടു ഓണത്തിനെന്ന് പറഞ്ഞേ. ആര് പറഞ്ഞു? എന്നെ കളിയാക്കാനാണ്. മൊത്തത്തിൽ ഞാൻ വെള്ളാടിക്കാരനാന്ന് ആര് പറഞ്ഞെന്ന്? നീ ഇപ്പൊ പറഞ്ഞില്ലേ ഓണത്തിന് ഞാൻ വാറ്റ് കൊണ്ടു. എന്റെ ദൈവം, ഓണത്തിന് മാറ്റ് കൂട്ടാൻ ബിനു അടിമാലി വരുന്നാണ് ഞാൻ പറഞ്ഞത്. ഓണത്തിന് മാറ്റ് കൂട്ടാൻ ബിനുവാടി മേലു എന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. സോറി അല്ല, സോറി, ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാന്ന് ഞാൻ അറിഞ്ഞില്ല. അടിപൊളി, സോറി. അപ്പം ഇവിടെ സംഭവം എന്നാ പറയണ്ടേ? നമ്മുടെ ഓസ്റ്റിൻ മലയാളി അസോസിയേഷൻ പണി മൊത്തം പാളി മോനെ. എന്ത് പറ്റി? ഞാൻ കയ്യിൽ നിന്നിട്ട് പറയാൻ വേണ്ടി കയ്യിൽ രണ്ടു സാധനം എഴുതി വെച്ചാൽ അത് നിനക്ക് ഷെയ്ക്കാൻ്റെ മാറിപ്പോ എന്റെ കൈ കാണിച്ചു. അത് അവിടെ നിന്നും പോയി. അപ്പൊ ഞാനിപ്പോ എന്താ പറയണേ? ഇവിടെ നമ്മുടെ പരിപാടിയല്ലേ ഓസ്റ്റിൻ മലയാളി അസോസിയേഷൻ.
അപ്പൊ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ, ഓസ്റ്റിൻ ഗാമ മലയാളി അസോസിയേഷന്റെ വിർച്വൽ ഓണം 2021 ഇവിടെ അതിമനോഹരമാക്കാൻ വേണ്ടി, ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഓബി പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ കളിക്കുന്നവൻ അറിയാവുന്നതുകൊണ്ട് അവൻ എന്നെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് മഹാബലിയെ ഉണ്ടപ്പക്രുവിൻ്റെ അത്രയുള്ള ഒരു ചേട്ടൻ വന്നേച്ച് നിർഗന്ധല നോക്കി കാല് പൊക്കി ചവിട്ടി താത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമാണ്. എങ്കിലും അതും വെറും 3 സ്ക്വയർ ഫീറ്റ് മണ്ണിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഈ പരാക്രമം കാണിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് 3 സ്ക്വയർ ഫീറ്റ് മണ്ണ, 3 അടി മണ്ണല്ലേ? 3 അടി മണ്ണ്. അതൊക്കെ ഗ്രാമത്തിൽ, ടൗണിലൊക്കെ ഭയങ്കര സ്ക്വയർ ഫീറ്റിനല്ലേ വില. നമ്മളിപ്പോ പരിപാടി നടക്കണമെന്ന് ഓസ്റ്റിനല്ലേ, ടൗണിലൊക്കെ സ്ക്വയർ ഫീറ്റാ. അതായത് നമ്മൾ ഈ എന്തായാലും വസ്തു കച്ചവടമൊക്കെയുള്ള നമ്മളെ സ്ഥിരം പരിപാടി, അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയത്. പിന്നെ പറഞ്ഞാലും അതോടനുബന്ധിച്ചേ പറയുള്ളൂ. അപ്പം എല്ലാ മലയാളികൾക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദ്യമായ ഒരു ഓണാശംസകൾ നേരുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓണം എന്ന് കേൾക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ 10 ദിവസത്തില് മഹാബലി കേരളത്തിൽ വരികയും ഓണം ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര വലിയൊരു ചരിത്രം തന്നെയാണ് നമ്മളുടെ മുമ്പിലേക്ക് ഓരോ വർഷം നമുക്കറിയാൻ കഴിയുന്നത്. മറന്നുപോയ ചരിത്രങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മഹാബലി തമ്പുരാൻ വർഷത്തിലൊരിക്കൽ. സുഹൃത്തെ, ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മഹാബലി വരുന്നതെന്ന്. ആ കഥ ഇപ്പോഴാണ് പറയാനുള്ളത്. ഓണത്തിന് മാവേലിയുടെ കഥ അല്ലാതെ രാജമാണിക്യത്തിലെ കഥ പറഞ്ഞിട്ട് മമ്മൂക്ക പറഞ്ഞു തള്ളേ കലിപ്പുകൾ തീരണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ഓണത്തിന്റെ കഥയായിട്ട് തന്നെ പറയും. ആണല്ലേ? അപ്പൊ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള കഥകളും തമാശകളുമായിട്ട് നമ്മുടെ അടിമാലി എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഓണത്തിന് നമ്മളോടൊപ്പം വീണ്ടും മാറ്റി കൂട്ടാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ കവലയൂർ ഇങ്ങനെ ഗംഭീരമായിട്ട് ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ ഗാമ മലയാളി അസോസിയേഷന്റെ വെർച്വൽ ഓണം 2021 സ്വാഗതം ചെയ്യുന്നു അഖിൽ കവലയൂർ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസ. ഹലോ, ഇത് കിങ്കരണീയം എന്ന് പറഞ്ഞ ബാലയല്ല, അത് ഓണാഘോഷ പരിപാടിയെ കുറിച്ച് സംസാരിക്കാനേ വിളിക്കാം. അല്ല, ഒരു സ്റ്റാൻഡേർഡ് വേണം. ഞാൻ നിങ്ങൾ രണ്ടൊരു സംസാരം അവിടെ നിന്ന് കേട്ടായിരുന്നു. ഓണമല്ലേ, ഒരു വെയിറ്റ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ബൂസ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഓസ്റ്റിൻ ഗാമ മലയാളി അസോസിയേഷൻ വിർച്വൽ 2021 ഓണാഘോഷത്തിന് ഞങ്ങൾ ക്ഷണിച്ച ഇതിന്റെ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് മഹാബലി തമ്പുരാൻ. അതൊരു പുതുമയാണ്. ചരിത്രം പഠിച്ചു വന്നേക്കോ അല്ലേ ഇത് പറയാൻ. മഹാബലി തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു 6 അടി പൊക്കമുള്ള നല്ല ആകാര വടിവുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ 3 അടി മണ്ണിന് വേണ്ടി എടാ ഇവൻ ചരിത്രം പഠിച്ചിട്ട് വന്നേക്കോ. ഇവൻ എന്തോ ഒരു ഹിസ്റ്ററി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ആ ഓർമ്മയ്ക്കാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഇവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മലയാളികൾ എന്ത് മനസ്സിലാക്കുമായിരുന്നു. ജനങ്ങളാൽ സ്നേഹിക്കുന്ന വളരെ താത്വികനായ ആ മഹാബലി തമ്പുരാനെ നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം വോട്ടായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കൂ. വിജയത്തിലകമണിക്കൂ. നാടിനറിയുന്ന വീടിനറിയുന്ന നമ്മുടെ മഹാബലി തമ്പുരാൻ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി. പുള്ളി എന്നെ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുകയാണോ? അല്ല, സ്ഥിരം ഈ ഇലക്ഷൻ അനൗൺസ്മെന്റ് ചെയ്ത് എനിക്ക് ഈ ഓണം എന്ന് കേട്ടാൽ എന്ത് പറഞ്ഞാൽ ഈ അനൗൺസ്മെന്റ് കയറി വരും. അതാണ് എന്റെ പ്രശ്നം. ഇത് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് തോന്നുന്നു. അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ എന്തായാലും അഖില് വന്നിട്ടുണ്ട്. അപ്പൊ അഖില് വന്ന സ്ഥിതിക്ക് അറിയാലോ എവിടെ നിന്നൊക്കെയാണ് കോമഡി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചുരണ്ടി പറിക്കാൻ കൊണ്ടിട്ട് തരും കോമഡി. അപ്പൊ വീണ്ടും ഒരാളെ കൂടി നമ്മൾ ഒന്ന് ഗംഭീരമാക്കാൻ വേണ്ടി ഒരാളെ കൂടി ഞങ്ങളുടെ കൂടൊപ്പം വന്നിട്ടുണ്ട്. ഓസ്റ്റിൻ ഗാമ മലയാളി അസോസിയേഷൻ വെർച്വൽ ഓണം 2021 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ അഭിമാന താരം, മൂക്കിലും നാക്കിലും നടപ്പിലും ദൈവീക ഭാവം, അഴിഞ്ഞു വീണ കേശഭാരം. നിങ്ങൾ ആരെ പറ്റി പറയണം? ഞാൻ മഞ്ജുവാരെ പറ്റി. നമ്മൾ അളിയനെ പറ്റി പറ. അളിയനെ പറ്റി പറയണം. അളിയനെ പറ്റി പറയുകയാണെങ്കിൽ കരിനീല കണ്ണുകൾ, താമര മുട്ടുപോലത്തെ ചുണ്ടുകൾ, പുരുഷ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക്. നമുക്ക് സ്വാഗതം ചെയ്യാം കൊല്ലം സുധി. ஆளு மீனுக்க விலங்கு மீனுக்க கல்யாணம் அந்த கண்ணா குனி கூட்டம் എല്ലാം മാക്രി കുറിയും തൊട്ട് കോട്ടോട്ട് വന്നേക്കാം. അമ്മ കയറ്റി വെച്ചിട്ടുണ്ട് പറ്റി കേട്ടോ. സന്തോഷം. എനിക്കറിയാലോ എന്നെ പറ്റി കയറ്റി വെച്ചാലേ പറ്റുള്ളൂ. പെണ്ണുപിള്ള ഒരുക്കി വിട്ടതാ. എങ്ങനെയുണ്ട്? പെണ്ണുപിള്ള ഒരുക്കി വിട്ടാ തമിഴ്നാട്ടിൽ നിന്ന് 4 പേര് എടുത്തോണ്ട് വന്നതാ ഒരുക്കി. നന്നായിട്ട് ചേർന്നില്ല കേട്ടോ. അതല്ലേ വോട്ട് വേണം. അമേരിക്കക്കാരനല്ലേ? മുണ്ടൊന്ന് മടക്കി കൊടുത്താണ്. വേണ്ട ഒന്ന് മടക്കി വിടല്ല. എന്തോ പണിക്ക് ഒന്ന് മടക്കി വിടുന്നത്. ആദ്യ ചെരുപ്പ് ഒരു തല വയ്ക്കുന്നുണ്ട്. അതാണ് മുണ്ട് മാറ്റം. ആൾക്കാർ കറുത്ത ജീൻസ് ശരിയല്ല.
ആ കണ്ണൂര് വെച്ച് നന്നായി. ഞാനടുത്ത് ഈ ദിഗംബരൻ പാട്ടക്കണ്ണുമായി വരുന്നു വന്ന പറഞ്ഞത്. തിളങ്ങുന്ന നീലക്കണ്ണെന്ന് പറഞ്ഞു. നീലക്കണ്ണെന്ന് കാണിച്ചു കൊടുത്ത് അടി പാൽച്ചായയുടെ കൂട്ടം. പക്ഷെ മറ്റേത് ജനം ഒന്ന് മറ്റത് കറക്റ്റ് ആണ് കേട്ടോ. താമരപൊട്ട് വിരിച്ച ചുണ്ട്. വേണ്ട വേണ്ട, ഇനി ചിലപ്പോൾ എടുത്ത് മീൻകറിയിലിടും. ഉണ്ണിമുഖം തന്നെ ഇവന്റെ ചുണ്ട് കാണിച്ചാൽ കണ്ടു കഴിഞ്ഞാൽ ഈഗോ അടിക്കും. പക്ഷെ മറ്റേ ഏറ്റിട്ടുണ്ട് കേട്ടോ, പുരുഷ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക്. അതെന്റെ പെണ്ണുപിള്ളേ പറയും. ഓസ്റ്റിനിലെ ഗാമ മലയാളി അസോസിയേഷൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. കൊല്ലം സുധി എന്താണ് മൊഴിയുന്നറിയാൻ പ്രിയമുള്ളവരെ. അല്ലല്ല, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. അത് വെറൈറ്റി. എനിക്ക് പെട്ടെന്ന് വന്നു പോയി സ്റ്റാർട്ടിങ്. കൊച്ചുകുട്ടികൾ മുതിർന്നവരോടൊപ്പം ഇരുന്ന് ഈ കോമഡി ആസ്വദിക്കുക എന്നാണല്ലോ ചൊല്ല്. ഇരുമ്പ്, തീപ്പെട്ടി തുടങ്ങിയ മാരകായുധങ്ങൾ മാറ്റം. അത്തം 10 പൊന്നോണം നീയും അഖിലിനെ പോലെ എല്ലാം പഠിച്ചിട്ട് വന്നേക്കോണം, അരച്ച് കലക്കി കുടിച്ചിട്ട്. അത്തം 10 പ്രിയമുള്ളവരെ പൊന്നോണം. 10 അന്ന് മഹാബലി വരുമെന്നാണല്ലോ ചൊല്ല്. മഹാബലി വന്ന് ഓണസദ്യ കഴിക്കുന്നു, പുള്ളിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കും. 12 അസോസിയേഷൻ ഒരുമിച്ച് ഓണം ആഘോഷിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവർക്ക് പ്രൈസ് മേടിച്ചു കൊടുക്കാന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഏത് ഈ പ്രൈസ് മേടിച്ചു കൊടുക്കാൻ? 12 അസോസിയേഷനും അത്തോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 12ലും പോയി നോക്കി. പക്ഷെ ഗംഭീരമായിട്ടുള്ളത് നമ്മുടെ ഗാമ അസോസിയേഷന്റെ അത്തോട്ട്. നമ്മുടെ എന്റെ ഡിസൈൻ അല്ലേ ഇത്? നീ കണ്ടോ, ഈ വർഷത്തെ 1ാം സമ്മാനം 1 ലക്ഷം രൂപ നമ്മൾ അടിച്ചെടുക്കും. എന്നിട്ട് ഇവരെ മുമ്പേ നമുക്ക് ഷൈൻ ചെയ്യണം. കാര്യം ഇത്രയും ഗംഭീര ഒരു അത്തോട്ട് 1 ലക്ഷം രൂപ നമ്മൾ ഒപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതില് നമുക്ക് പ്രൈസ് ഒപ്പിച്ചെടുക്കും. പാചകക്കാർ വന്നു കേട്ടോ. അല്ലല്ലോ, ഈ ഓണത്തിന് സാധാരണ സദ്യയുടെ മണമല്ലേ ഒരാളുള്ളത്. ഇത് മൊത്തം ഹെന്നസീര മണം. എന്തെങ്കിലും ഒരു പരിപാടി, ഓണോ ക്രിസ്മസോ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ഡിക്കി തുറന്നു വെച്ചുള്ള കുടിയുണ്ടല്ലോ നിന്റെ ഒക്കെ ഹെന്നസി, അത് ഇനി ഇവിടെ നടക്കൂല. ഊണ് കഴിഞ്ഞ് അത്തത്തിന്റെ റിസൾട്ട് വരെ ആരും വെള്ളം അടിക്കില്ല. നിന്നെയാണ് എനിക്ക് ഡൗട്ട് കേട്ടോ. മോശമാണ്. ഞാൻ കഴിക്കുന്നില്ല. പാചകരൊന്നും സാധനം കൊടുത്താ അവർക്ക് കൊടുത്തില്ല. പിടുത്തമായിട്ടാണ് അമ്മ പാചകം ചെയ്യുന്നത്. അല്ലല്ല, അപ്പൊ അമ്മർക്ക് കണ്ടടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവർ പാചകം ചെയ്യില്ല. അതാണ് വിഷയം. കൊടുക്കണം. അത് നിന്നെ ഏൽപ്പിച്ചേക്കാണ്. അത് ഞാൻ ഏറ്റവും അത് ഞാൻ അങ്ങ് ഏക്കുക. ഈ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി സ്പീഡാവും. അത് ഞാൻ വേറെ ആർക്കും അളിയാ തുടരുതേ. വേറെ ആർക്കും ആർക്കുമില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ കൂടെ വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ ഒരു കണ്ണ് എന്റെ അടുത്തും ഒരു കണ്ണ് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ അടുത്ത്. അപ്പൊ അവൻ ഞണ്ട് നടക്കാൻ നടക്കുക. അത് ഞാൻ നോക്കിക്കോളാം. വേറെ കാര്യമുണ്ട്. അത്തത്തിന് നമുക്ക് ഫസ്റ്റ് കിട്ടും. അത്തത്തിന് ഈ ഡിസൈനിൽ കൊള്ളാം. നമുക്ക് അടിപൊളിയാ, സൂപ്പർ. എന്തോ ഒരു കുറവുണ്ട് കേട്ടോ ഈ സംഭവം. എന്തോ ഒരു കുറവുമില്ല. ബാക്കി എല്ലാ അത്തവും ഞാൻ കണ്ടു. ഇത് തന്നെ സൂപ്പർ. ആ 1 ലക്ഷം രൂപ നമുക്ക് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഓണപരിപാടി നമുക്ക് ഒരു ഓണപ്പാട്ടോടെ പറഞ്ഞാലോ. ഇതിന് ഐഡിയ ഇന്നേ വരെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. ഓണപരിപാടി തുടങ്ങുമ്പോൾ ഒരു ഓണപ്പാട്ടോട് ക്രെഡിറ്റ് നമുക്കിരിക്കട്ടെ. എന്ത് സെൻസർ അവന്. ഞാൻ സംഭാവന ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. പിന്നെ നല്ല ഡയറക്ടർ അവിടെ എന്ത് സെൻസറാ. ഒരു ഓണപരിപാടി ഓണപ്പാട്ടി തുടങ്ങി എന്റെ സംവിധാനത്തിൽ അതിനകത്ത് ഞാൻ തന്നെ പാടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതല്ല, കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ ഞാൻ അതിൽ കുറച്ച് പാടാം. വേണ്ട. ഞാൻ അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ. ഏത് പാട്ട് പാടും? അളിയൻ ഫുള്ള് റെഡിയായി വന്നേക്കല്ലേ. തുടങ്ങിക്കോ. വേമ്പനാട്ട് കായലെന്ന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനെന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുഴൽ കോരും കാറ്റ്, കൂടെ വാ കൂടെ തുഴയാൻ വാ. വേമ്പനാട്ട് കായലെന്ന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനെന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുഴൽ കോരും കാറ്റ്, കൂടെ വാ കൂടെ തുഴയാൻ വാ. നിങ്ങൾ പരിപാടി പൊളിക്കടാ. നോബി, നീ പിടിച്ച പരിപാടി നീ തന്നെ കുളമാക്കുവാണോ? ഈ തെയ്തേ മാത്രമുള്ളൂ ഇതിനകത്ത്. ഈ പാട്ടൊക്കെ എല്ലാരും പാടുന്നുണ്ട്. വേറെ എന്തെങ്കിലും വെറൈറ്റി ഒരു നല്ലൊരു ഗുമ്മുള്ള രീതി തുടങ്ങണം. എന്നാ നമുക്ക് ഈ പാട്ട് പാടിയാലോ?
ഭാഗ്യമാണ് താൻ. അത് ഇതുവരെ ഓണത്തിന് ആദ്യമായിട്ട് ആരും പഠിക്കില്ല. ആ പാട്ട് ഓണത്തിന് പോകില്ല. മലയാളത്തനിമ അതെ മലയാളത്തിൽ മലയാളത്തനിമ ഉണ്ടെങ്കിൽ ജനങ്ങൾ അതെ, അതെ, അതെ. അക്സെപ്റ്റ് ചെയ്യൂ. അതെ, അതെ. ഇനി ജനങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങളല്ലേ അയാപ്പിച്ച ഈ പരിപാടി തന്നെ എനിക്കറിയാം. നിങ്ങൾ എന്തായാലും ഐറ്റം കാണുമല്ലോ. ചെറിയ പ്രതീക്ഷിച്ചു അല്ല 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 അത് ചമ്മലല്ല, ഉഗ്രാട്ടിച്ചാണ് ഒരു സാധനം ഉണ്ട് എന്റെ കയ്യില്. ലളിതഗാനം. ലളിതഗാനം ഉഗ്രനായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മലയാളികള് അത് കേൾക്കാൻ കൊതിക്കും. കാര്യം ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. പണ്ട് നമുക്ക് റേഡിയോയിലെങ്കിലും കേൾക്കാൻ, ഇപ്പൊ അതും ഇല്ലല്ലോ. അതിൽ തുടങ്ങുന്ന നല്ലതായിരിക്കും കേട്ടോ. ജനങ്ങളതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ ഏൽപ്പിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും അവര് പ്രതീക്ഷിക്കും എന്തെങ്കിലും. എഴുതിയൊക്കെ കൊണ്ടുവന്നു തെറ്റിയാ പിന്നെ അത് വിഷയമല്ല. ഈ ഓണാളിയെ കൊണ്ടുപോകും. രണ്ടും കൽപ്പിച്ചാണ്. ഈ ഓണം പുള്ളി ഉണ്ടാവുമോ? ഫ്ലവേഴ്സിലെ ഓണം ജയസൂര്യ ഉണ്ടാവും, ഇവിടത്തെ ഓണം ഇയാൾ ഉണ്ടാവും. പ്രിയമുള്ളവരെ, പ്രശസ്ത മഹാകവി കുമാരനാശൻ അല്ലേ? പ്രശസ്ത മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അല്ലേ? പ്രശസ്ത കവി ചങ്ങമ്പുഴ. രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്ക. പ്രശസ്തനായ മഹാകവി കണ്ടങ്കോരൻ എഴുതിയ കണ്ടങ്കോരൻ അതാരാ? അച്ഛൻ. അത് പുള്ളിനെ കവിയായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. ആരും അംഗീകരിച്ചിട്ടില്ല, എനിക്കെങ്കിലും അംഗീകരിക്കണം. അച്ഛൻ്റെ ഒരുപാട് എത്രയോ തൂലികൾ ചലിപ്പിച്ച ഒരുപാട് കവിതകൾ. അല്ല, എന്റെ അച്ഛന്റെ കവിത കേട്ടല്ലേ എന്റെ അമ്മ ലൈനായത് അച്ഛന്. കാര്യം ഇത് അച്ഛൻ പബ്ലിഷ് ചെയ്യാൻ വെച്ചേക്കുന്ന സാധനമാണ്. ഇത് പാടി എനിക്ക് കേസാവും, എനിക്ക് അതാണ് പേടി. ഇതെന്റെ പാട് നീ പാടിയിട്ട് അറിയാം ഇത് കേസാവും. അച്ഛൻ കേൾക്കുന്നെങ്കിൽ അച്ഛൻ ക്ഷമിക്കണം. അച്ഛൻ അറിയാതെ അച്ഛന്റെ വരികൾ ഞാൻ കട്ടെടുത്തു. അത് ഈ ഓണത്തിന് പാടാൻ പറ്റിയ നമ്മുടെ ഭാഗ്യം അല്ലേ? കേൾക്കാത്തല്ലേ? എന്റെ അച്ഛന് വേണ്ടി ഞാൻ ഈ കവിത ഡെഡിക്കേറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് എനിക്ക് അതിന്റെ ഒരു അയ്യോ, നീ ഇങ്ങനെ കുലുക്കലടാ, അതിന്റെ അക്ഷരം താഴെ പാട പേടിച്ച് വിറക്കി. പാടി കുഴപ്പമില്ല. എന്നെ ഒന്ന് പിടിക്കൂ ഒരു സൈഡിൽ. പാടിക്കോ. നിസ്തുല സ്നേഹത്തിൻ ഹൃദയത്തിലുണരും മൃഷ്ടാന ഭോജന സാധ്യതകൾ. പൂവിളി ഉണരുന്നു, പൂക്കളമൊരുങ്ങുന്നു, മൃഷ്ടാന ഭോജന സാധ്യതകൾ. മേഘത്തേരിൽ ദൂതുപാനം രാഗപ്പെട്ട് നീ കാട്ടിൽ പറഞ്ഞതെന്തേ? അന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല, അത് സിനിമാ പാട്ടല്ലേ? നിറ സിനിമയിലെ കോളേജിലെ പാട്ട് സീന്റെ ക്ലൈമാക്സ് ഇല്ലേ, അതാണ് ഞാൻ ഓർത്തു. ഞാനിക്കാണ് ബോബനാലം കൊണ്ട് ഫിഗർ ഉള്ളതുകൊണ്ട് സാധനം കയറില്ല. ഫിഗർ പക്ക മുടി ഇതാ പറഞ്ഞ എവിടെ ചെന്നാലും ബോബനാടം കൊണ്ടാണ് പറയാൻ. അങ്ങനെ ആയിരിക്കില്ല, ബോബൻ ആടുമൂലൻ എന്നായിരിക്കും. എന്താ കവി പറയണ്ട? പൂവിളി ഉണരുന്നു, നിസ്തുല സ്നേഹത്തിൻ ഹൃദയത്തിലുണരും മൃഷ്ടാന ഭോജന സാധ്യതകൾ. നിനക്ക് വിശക്കണമെങ്കിൽ അത് പറഞ്ഞാൽ പോലും എന്തുണ്ടാ ഈ ലളിതഗാനത്തിനെ കൂട്ടുപിടിക്കുന്നത്? ഒരു വരിയുടെ അർത്ഥം പോലും നമുക്കറിയാം. ഈ വിശക്കണം എന്ന് പറഞ്ഞാൽ അത് കവിത എഴുതി വെച്ചതല്ല. ഇത് പബ്ലിഷ് ചെയ്താൽ ഞാൻ അച്ഛനെ കത്തിക്കാം, ബുക്കും കത്തിക്കാം. എന്റെ നോബി, നീ തന്നെ ഒരു പരിപാടി പിടിച്ചിട്ട് നീ നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. നമുക്ക് കാര്യം ചെയ്യാം, ഓണം എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി വേണം. വെറൈറ്റി ആയിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ ഒരു കേക്ക് മുറിച്ചാൽ ഓണത്തപ്പന്റെ നടുക്ക് വെച്ചിട്ട്. നിങ്ങളെ മറന്നൊരാളുണ്ട്. ആര്? മഹാബലി. മഹാബലി വന്നാ കേറും കേട്ടോ. മഹാബലി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മഹാബലി അല്ലേ? അപ്പൊ ഇവന്റെ മഹാബലി ഇവൻ ലളിതഗാനം പാടി കയറ്റി വെച്ചു. ഇനി മഹാബലിയും കൂടെ കളിച്ച് കയറ്റാനുള്ള പരിപാടിയാണ്. താടി വെച്ച് കുഴപ്പമുണ്ടോ? മഹാബലി ഇത്രയും വർഷമായില്ലേ, ചിലപ്പോ താടിയൊക്കെ അപ്പൊ ലളിതഗാനം ലാസ്റ്റ് പാടണം. അത് വേണ്ട, നമുക്ക് അടുത്ത ഓണത്തിന് ഒന്നുകൂടെ പാടാം. ചിലപ്പോൾ ആവശ്യപ്പെടും ഈ ലളിതഗാനം അടുത്ത ഓണത്തിന് പാടാം. കളയല്ലേ? മഹാബലി എന്തായാലും പൊളിക്കും. പിന്നെ അസാധ്യ സൈസല്ലേ, അവൻ വന്ന് നിന്ന ഒരു രാജകലയാണ്. അതിലെന്തായാലും നമ്മളെ പരിപാടി കയറും. ഇവൻ ഇവിടെ മഹാബലിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കോസ്റ്റ്യൂം വരെ സ്വന്തമായിട്ട് മേടിച്ചു വെച്ചേക്കുക. അവനെ കൊണ്ട് ജയിക്കണത്. മഹാബലി റെഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പാട്ടിട്ട് ഞാൻ മഹാബലി വരാം. പാട്ട് റെഡി. പാട്ടിട്ടോ. മഹാബലി
ബെല്ലി 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 മഹാബലി. എന്താ കേൾപ്പിക്കണത്? മഹാബലി വരുമ്പോഴാണ് ബാഹുബലിയുടെ പാട്ട് പറഞ്ഞത്. ആ പാട്ടിന്റെ ലൈൻ കറക്റ്റ് ആയിട്ട് കേട്ടാ. ബലി 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 മഹാബലി. മഹാബലിയും ബാഹുബലിയും തമ്മിൽ ചേരില്ല. മഹാബലിക്ക് വയറുണ്ട്, ബാഹുബലിക്ക് വയറില്ല. അപ്പൊ അതുകൊണ്ട് ചേരില്ല, അത് സാധനം ചേരില്ല. അത് അവന്റെ എൻട്രിക്ക് നല്ല പഞ്ചായിരിക്കും. അതാണ് വേറെ പാട്ട് ഇട്ടോ. വേറെ പാട്ടും മതി. മാവലി വാ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ദാസേട്ടനാ, അത് മഹാബലി പോരട്ടെ. എല്ലാ ഭക്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉദ്ദേശം എന്താണ്? മഹാബലി മഹാബലി ഇങ്ങനെ ഇരിക്കണത് കയ്യിലിരിക്കണേ. ഇതാണോ കൂടാ? മഹാബലി ശരിയായില്ല. മഹാബലി ശരിയായില്ല. ശരിയായില്ല. സംഭവം എന്താണ്? ഏക്കാത്തൊരു സാധനമുണ്ട്. എന്താണ് ഏക്കണാണോ? ഒരു ചെറിയ കുറവ്, എന്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഇതില്ലാത്തോണ്ടാണ്. ഇതുകൊണ്ടാണ് ആദ്യമേ കൈയടി. മഹാബലിയുടെ കോസ്റ്റ്യൂമോടെ നിനക്ക് കോസ്റ്റ്യൂമോടെ നിനക്ക് സ്വന്തമായിട്ട് കോസ്റ്റ്യൂം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നീ ഈ ഇടങ്ങളിലെല്ലാം മാവേലി കഴിക്കും. എന്ത് കുഴപ്പം? എല്ലാവർക്കും പറഞ്ഞോട്ടെ മാവേലിയുടെ കോസ്റ്റ്യൂം. എന്ത് എടാ, പണ്ടത്തെ കിരീടമാണ് പിൽക്കാലത്ത് ഹെൽമെറ്റായി മാറിയത്. ഇച്ചിരി കളർ പേപ്പർ ഇട്ടിരുന്ന ഞാൻ വെച്ചു അഡ്ജസ്റ്റ് ചെയ്തു. നിന്റെ കോസ്റ്റ്യൂം എവിടെയെന്ന് വെച്ചാൽ മാവേലി ആരടുത്ത് പറയരുത്. ഞാൻ എന്റെ കോസ്റ്റ്യൂം കൊണ്ട് ഞാൻ ആ കാറിന്റെ ഡിക്കിക്കകത്ത് വെച്ചിരുന്നു. പോയാലും കിട്ടൂല. നമ്മള് ശമ്പളം കൊടുക്കണവൻ പോയി കോസ്റ്റ്യൂം എടുത്തുകൊണ്ട് പോയത് എന്നെ തന്നെ. ഞാൻ ആ ടെസ്ല കാറിന്റെ ഡിക്കിയിലാണ് എന്റെ മഹാബലിയുടെ കോസ്റ്റ്യൂം എടുത്ത് വെച്ചിരുന്നത്. ഏത്? ആ ശൂന്യാകാശത്ത് കയറ്റി വിട്ടില്ലേ, അതിനകത്താണ് എന്റെ കോസ്റ്റ്യൂം കയറ്റി വിട്ടത്. എന്റെ ദൈവമേ, ഇനി അന്യഗ്രഹ ജീവികളൊക്കെ മഹാബലിയുടെ വേഷോട്ട് നടക്കണം ഞാൻ കണ്ടു. കോസ്റ്റ്യൂം ശൂന്യാകാശത്തെത്തിയാ? ആടാ, ഞാൻ അറിയണത് ഇപ്പൊ അവര് കയറ്റി വിടുവന്നു. ഉമ്മയല്ല, എന്നാലും ഒരു ഉൽക്ക നിന്റെ കിരീടം മറ്റോണ്ട് ഇങ്ങനെ പറന്നു പോകണം. ആണോ? അല്ല, ആ കാറിന് 2 പെറ്റി വന്നിട്ടുണ്ട്. ഈ കാറ് കയറ്റി വിട്ട റോക്കറ്റ് ഇല്ലേ, കേരളം വഴിയാണ് പോയത്. സ്പീഡിന് 2 പെറ്റിയും കൂടെ വന്നിട്ടുണ്ട്. ഈ ലൈറ്റ് ആണ് ചെയ്യുന്നത്, കളി കറണ്ട് ബില്ല് കൂടും. ഒരു കാര്യം, നീ പോയി സദ്യയുടെ കാര്യം നോക്കിട്ടോ. സദ്യയുടെ കാര്യം ഞാൻ കാര്യത്തില് ഞാൻ എന്നെ വല്ലതും വേറെ ആർക്കും ഇല്ല. ഉത്തരവാദിത്തത്തിന്റെ കാര്യം ഞാൻ ഉത്തരവാദിത്തം തന്നെ ആയിരിക്കും. ആ പാചകക്കാർക്ക് ഓരോന്ന് കൊടുക്കണം കേട്ടോ. കൊടുക്കാം. നീ അടിക്കരുത്. ഞാൻ അടിക്കില്ല. പ്രൈസ് കഴിയാതെ ആരും അടിക്കരുത്. ഇല്ല, ഞാൻ അടിക്കില്ലെന്ന്. അടിക്കില്ല. പറഞ്ഞ അടിക്കില്ല എന്ന് പറഞ്ഞ അടിക്കില്ല. എടാ, എന്തൊക്കെയായാലും ഒരു കുറവില്ല. പോടാ, അത്തപ്പൂല് കുറവില്ല. അത് വിടടേ, നീ അതിന്റെ കാര്യം നോക്കാം. അപ്പൊ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഇനി അതെങ്കിലും ഒന്ന് നന്നായിക്കോട്ടെ. നീ അതിൽ കയറി പിടിക്കണേ. എന്തിന്? ഒരു കാര്യം, നമുക്ക് സദ്യ കഴിഞ്ഞൊരു പിടി പിടിക്കാം. സദ്യയിൽ പിടിക്കാം. സദ്യക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പരിപാടി കയറും. എന്നാലും നമുക്ക് ഈ അത്തപ്പൂക്കളം ഇതിന് ഫസ്റ്റ് അടിക്കുമല്ലോ. 1 ലക്ഷം നമ്മളെ കയ്യിൽ ഭദ്രം. ഓക്കെ, ബാക്കിയുള്ളത് കൊള്ളൂലടാ. ഹെൽമെറ്റ് കൊണ്ട് വെച്ചിട്ടോ. ആണ്. അവന്റെ ഡിസൈൻ ഉഗ്രനാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അതാണ് അവന് ഉറപ്പുണ്ട്. ഇതിൽ ഫസ്റ്റ് കിട്ടുന്നുള്ള കേസ് അവന് ഉറപ്പുണ്ട്. പക്ഷെ നമ്മൾ വേറെ അറിയുമോ, കലാപരിപാടി ഒന്നുകൂടെ കയറ്റണം. മാവേലിയാണ് പരാജയം. എന്തൊരു പരാജയം? നിന്റെ മാവേലി സൂപ്പറായിരുന്നു. ആത്മാർത്ഥമായിട്ട് പറയാ, നിന്റെ മഹാബലി ഗംഭീര പരാജയം. ചുമ്മാരി, ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോ എന്നോട് കുറെ പേരൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് നിന്നെ കളിയാക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ഫേസ്ബുക്ക് ഇട്ടാണ് കൂക്കു പ്രാന്തനോടൊപ്പം. ഇങ്ങോട്ട് നോക്കിയേ, നോക്കി എന്തുവാ അടിമാലി കാണിച്ചേ? അവന്റെ നേരെ ഒരു കണ്ണ് വേണം. ഞാൻ അടുത്ത് പറഞ്ഞാൽ അവന്റെ പുറകെ എപ്പോഴും നടക്കാൻ പറ്റുമോ? അവന്റെ ആ കണ്ണ് കൂട്ടി ഞാൻ ടച്ചിങ് ആയിട്ട് പോയിട്ട് ഫസ്റ്റ് അടിച്ച് പാചകക്കാർക്ക് കൊടുക്കാനല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ അടിച്ചെന്ന് ഞാൻ 5 ക്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. ഈ ആശാൻ 8 ക്ലാസ്സിൽ അടിക്കുമെന്ന് പുള്ളി പറഞ്ഞു. 8 ക്ലാസ്സിൽ ഒഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആശാന് 8 ക്ലാസ്സിൽ ഒഴിച്ചാൽ കൊടുത്തു. 8 ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ആശാനെ വിളിച്ചപ്പോ ആശാൻ അവിടെ ഇല്ല. ഞാനപ്പോ ആശാന്റെ സ്ഥാനത്ത് നിന്ന് പാചകക്കാരനായിട്ട് ഞാൻ അങ്ങ് ഒറ്റ വലി. നീ എന്തൊരു പാചകക്കാരൻ? എടാ, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ 2 പപ്പടം എടുത്താൻ കാച്ചി. അപ്പൊ ഞാൻ പാചകക്കാരനായില്ലേ? അപ്പൊ മദ്യത്തിന് ഞാൻ അർഹനല്ലേ? എപ്പോഴും ഒരു പരിപാടി ആലുമുണ്ടൊക്കെ കുറെ എണ്ണം കുടിച്ചോണ്ട് ആലുമുണ്ട് ഭയങ്കര മോശം. വിവരം വേണം ഓണാട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞ വിവരം, ഇതൊക്കെ വിവരം ഇല്ല. അതാണ് പ്രശ്നം. എല്ലാ പരിപാടി കുളമൊക്കെ ഇങ്ങനെ കുറെ പേരുണ്ട്. അത് നിങ്ങൾ ആ സംസാരിക്കരുത്. ഈ നിങ്ങൾ വെള്ളം അടിക്കാത്തവന്മാരങ്ങ് ഭയങ്കര മാന്യന്മാരും വെള്ളം അടിക്കുക ഒരു ഭയങ്കര അങ്ങ് മോശക്കാരും എന്ന് പറയുന്നത്. ഏത് ഡോക്ടറായിട്ട് MBBS ആരും ആയിക്കോട്ടെ, ഞങ്ങളെ പോലെ ഇംഗ്ലീഷ് പറയുന്നവരൊന്നും ഈ കേരളത്തിലില്ല. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പറയുന്നത് ഞങ്ങളാ. കുടിയന്മാരെ എന്ത് ഇംഗ്ലീഷ് പറയണത്? ഇംഗ്ലീഷ് ഷെയർ, ബീവറേജ്, ഫുള്ള്, ക്വാർട്ടർ, പൈന്റ്, ഇംഗ്ലീഷ് അല്ലേ? ഇനി അതും പോരാഞ്ഞിട്ട് മിനറൽ വാട്ടർ, ടച്ചിങ്സ്,
ചിയേഴ്സ്. നേരം വെളുത്ത് ഹാങ് ഓവർ ദിസ് കണ്ടിന്യൂ. ഇതുപോലെ ഇംഗ്ലീഷ് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ പറയൂടാ. നമ്മുടെ ഡോക്ടർ പോലും ഒരു ഇംഗ്ലീഷ് പറയൂടാ. അവർ അത്ര വിദ്യാഭ്യാസം അടിച്ച കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അലിമ്പത്തരമൊന്നും മാത്രമല്ല, മദ്യം വിഷമാണ്. അപ്പൊ പച്ചക്കറിയിൽ വിഷമില്ലടാ. വിഷമുള്ള പച്ചക്കറി ഞങ്ങള് കുറച്ചു നേരം വെള്ളത്തിനകത്ത് വെക്കാം. ഇച്ചിരി എടാ ഞങ്ങളും അങ്ങനെയാ. മദ്യത്തിനകത്ത് വെള്ളം ഒഴിക്കും, അത് കുറച്ചു നേരം അടിക്കും. അങ്ങനെ വിഷം കളഞ്ഞിട്ടാ ഞങ്ങൾ മദ്യം അടിക്കണേ. നശിക്കൂടാ നീയൊക്കെ കാരണം ഈ എന്താണ് സംസ്ഥാനത്തിന് നശിക്കും. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരും. കേരളത്തിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഗവൺമെന്റിന് ലാഭമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഹരിയാന എന്നൊക്കെ അരി വരും. അപ്പോഴും ലാഭമുണ്ടോ കേരളത്തിന്? കേരളത്തിന് എപ്പോഴും ലാഭമില്ല. ഈ കളറിൽ നിന്ന് പൂ വരുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നല്ലേ. കേന്ദ്ര ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ എന്തെങ്കിലും ലാഭമുണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കുടിയന്മാരുണ്ടല്ലോ. കുടിയന്മാരാണ് കേരളത്തിലെ ഗവൺമെന്റിന് സാമ്പത്തികം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. ഞങ്ങൾ കഷ്ടപ്പെട്ടില്ല. എടാ ഞങ്ങൾ ടാക്സ് അടക്കുന്ന ആളുകളാണ് ഞങ്ങള്. അത് തന്നെ താണ്ട ഇപ്പൊ KSRTC വരാൻ പോണു. സ്റ്റാൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. നിലത്തോടെ മേളിക്കടെ ഓടിപ്പോകാതെ എന്റെ സെൻട്രിക്കടെ ഓടിപ്പോണേ. ഫ്ലൈറ്റിനകത്ത് മദ്യം കൊടുക്കാമെങ്കിൽ പിന്നെ KSRTC ബസ്സിലും KSRTC ബസ് സ്റ്റോപ്പിലും ഓരോ ബീവറേജം കൊടുത്ത് ഞാൻ എന്താ കുഴപ്പം? മോശമാണോ? ഒരു കാര്യം ചെയ്യും. അവര് കണ്ടാ മോശമാണ് അടിമാലി, ഭയങ്കര മോശമാണ്. എനിക്കങ്ങനെ മോശം തോന്നിയിട്ടില്ല. അവിടെ നിന്ന് ആൾക്കാരൊക്കെ അവർ മാറ്റി മോര് കൂടി കെട്ടിറങ്ങട്ടെ മോര് കൂടി. അപ്പൊ ഞാനിതിനെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച് ഞാനിങ്ങനെ കുടിച്ചിറങ്ങും. അല്ല ശല്യാവൂളെ അവര് വരുമ്പോഴേ നാണക്കാരാണ് കേട്ടാ. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലേ ഇതാ ആടുന്നു. ഒരു ഗ്ലാസ് ഇങ്ങനെ തന്നെ മോരാ കൊല്ലാത്തോടാണോ? അവന് ഇഷ്ടം പോലെ കൂടെ അവന്റെ കെട്ടിറങ്ങട്ടെ, ഇഷ്ടം പോലെ മോര് കൊടുത്തു. കള്ളടാ ഗ്ലാസ് കൊണ്ട് കള്ളോട് ചോദിച്ചു. പിന്നെ രാവിലെ വീട്ടിലെ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതെടുത്ത് മാറ്റി വെച്ചിരുന്നത് അവിടെ. നീ എടുത്തോണ്ട് വന്നത് അതെന്തിനാ ഇവിടെ കൊണ്ടൊഴിച്ചു വെച്ച ക്ലാസ്സിന്? കള്ളല്ല, വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മോശമാണ് അവര് കണ്ടു കഴിഞ്ഞാൽ. നീ ഇത് എന്താണ് കിടന്ന എന്തുവാടാ അടിമാലി ഇത്? ആ സദ്യയോടെ പോയി വല്ല കുളമാക്കിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ടില്ല. സത്യം കൂടെ പൊളിഞ്ഞാൽ തീർന്നു. ഒരു കസര എടുത്തിട്ട് അവനെ ഒരു കസര എടുത്തോ. അവൻ അവിടെ ഇരുത്തറ, താഴെ ഇരുത്തറവനാ. നീ ദൈവത്തോടെ താഴെ ഇരിക്കേ. അവിടെ ഇരിക്കല്ലേ എന്നാ നീയൊക്കെ അങ്ങ് ഇരുത്താൻ നോക്കണം. ഇവിടെ ഭയങ്കര മോശമാണ് കേട്ടോ. എണീറ്റിരിക്കേ. ആരെങ്കിലും പറഞ്ഞ തലവേദന എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. തലവേദന ഉള്ളവനൊക്കെ നിലത്താണ്. സദ്യയുടെ കാര്യം റെഡിയാക്കാം. 2:30 ആകുമ്പോ അവര് മാർക്കിടാൻ വേണ്ടി സദ്യ കഴിഞ്ഞിട്ട് ഓക്കെ. അയ്യോ രണ്ടും കൂടി പിരിഞ്ഞു കിട്ടുന്നേ. ഭയങ്കര തലക്കനമുള്ള മനുഷ്യനാണല്ലോടാ. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ അയ്യോ ഈ താമരപ്പൂ എടുത്ത് ഈ അത്തപ്പൂടത്തിന്റെ സെൻട്രൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പ്ലേസ് ആയിരിക്കും. പ്ലേസ് നമുക്ക് കിട്ടും. ചന്ദനത്തിരി വരെ പ്രതികരിച്ചു തുടങ്ങി. സ്റ്റാർ മാജിക് ഇഷ്ടം പോലെ പരിപാടി ചെയ്തോണ്ട് ഇതൊക്കെ എനിക്ക് വെറും ഈസിയാണ്. അത്തപ്പൂ വരെ എൻ്റെ അടുത്ത് കളിച്ചു തുടങ്ങി. അയ്യോ എന്റെ അടുത്ത് വാശി കാണിക്കുന്നത് അതെന്നാ കണ്ടിട്ട് ബാക്കി കാര്യം. പൂ മൊത്തം പോയോ? ദൈവമേ, അവര് കണ്ടു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവുമല്ലോ.
വന്നേക്കുമ്പോ എല്ലാം ശരിയാക്കും, അല്ലെങ്കിൽ എന്നെ ശരിയാക്കുന്നത് വന്നേക്ക് മുമ്പ് അമാര് ചെയ്യുന്നേക്കാളും ഭംഗിയായിട്ടുണ്ടാക്കി പൊന്നു. സാമ്പാർ അടി പിടിച്ചിട്ടുണ്ട. അല്ലല്ല, ഞാനേ അവര് വിശ്വാസം നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യമില്ല. എനിക്ക് അപ്പോഴേ അറിയാം, സദ്യയും പോയി, പാട്ടും പോയി, മാവേലിയും പോയി. ഇവിടെ ഇഞ്ചിക്കറി വരെ കരിഞ്ഞു പോയെന്നേ. പക്ഷെ വേറെ കാര്യം, സാധനം കൊടുത്താണ് പ്രശ്നമായത്. ഗ്രൂപ്പിലൊക്കെ അഭിപ്രായം ഉണ്ട് കേട്ടോ, ഓണം മറ്റേ പൂക്കളം. അതിലേ ഇനി ഒരു രക്ഷയുള്ളൂ. പോയത് പോട്ട്, ഈ 1 ലക്ഷം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മളടുത്ത് പിന്നെ ഒരു പിണങ്ങൂല. ആ ഒരു ഹാപ്പിയിലേക്ക് ഇരുന്നോളൂ. സദ്യ വേണമല്ലല്ലോ, കഴിക്കാൻ പോകണം. പിന്നല്ല നോക്കുമ്പോഴത്തേക്ക് അയ്യോ അളയന്മാരെ, അത്തപ്പൂക്കളത്തിന്റെ പ്രൈസ് നമ്മളും ഉണ്ടാവും. ഇതും കൂടെ ഇട്ടോ അതിന്റെ കൂടെ. എന്തൊരു പരിപാടി കാണിച്ചത്? എല്ലാ ക്ലബ്ബുകാരും മറ്റേ അത്തപ്പൂ മാത്രമല്ല ഇട്ടുള്ളൂ, നമ്മൾ അത്തപ്പൂ വിത്ത് ഓണത്തപ്പൻ. പ്രൈസ് നമുക്ക് തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? 1 ലക്ഷം രൂപ നീ ഒറ്റ കൊടുത്താണ് നശിപ്പിച്ചറിയാം. ഉണ്ടായടാ 1 ലക്ഷം രൂപ 18 വയസ്സ് തികഞ്ഞ പെണ്ണാണ് നശിപ്പിക്കാനായി. അപ്പെടുത്തോളും 1 ലക്ഷം പണം പോട്ട്. അതെ, അവന് വീടുണ്ട്. പൈസ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. അത് കാണുമ്പോ എനിക്ക് 1 ലക്ഷം പോയാ പോട്ട്. ഒരു 2.5 ലക്ഷം രൂപയുള്ള വകുപ്പ് എന്തെങ്കിലും ഇവനെ എടുക്കുക, ഏതെങ്കിലും ആശുപത്രി കൊടുക്കുക, ഇവന്റെ ഒരു കിഡ്നിക്ക് 2.5 ലക്ഷം രൂപ ഇവനെ വിൽക്കുക. അത് തന്നെ. ജീവിച്ചിരിക്കണോ? ഒരു കെട്ടി അവൻ ജീവിക്കൂലേ? ഉണ്ട്. ഇനി അടുത്ത വർഷം പോകാൻ വേണ്ടി വേറൊരു റോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ശൂന്യാകാശത്തേക്ക്. അതിനകത്ത് എന്തെങ്കിലും കയറ്റി വിടണം. ഒരു കാറ് നമ്മൾ വിട്ടു, അടുത്ത വർഷം എന്തെങ്കിലും കയറ്റി വിടണേ. ഒരു കാർ തത്തേ എനിക്ക് പുല്ല. ഇവനാലും കയറ്റിവിട്ടുള്ള റോക്കറ്റിൽ ഇവനെ കയറ്റി ഇവനെ റോക്കറ്റ് കയറ്റി ശൂന്യാകാശത്ത് കയറ്റി വിടണേക്കുമ്പോ എനിക്കൊരു കാര്യം പറയാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അയ്യോ എന്തൊരു സുന്ദരവ്. Hope you all had a great time. Thank you, Nobi and team, for that wonderful skits. We would like to thank our Platinum Plus sponsors, Mr. J.B. Parakal, PSG Group of Companies, Mr. Sijo Wadakan, Trinity Texas Realty, Mr. Bobby Matthew, Trusted Realty, and Mr. Dr. Satish Tirumalai, La Frontera Dental. Platinum sponsors, Mr. Matthew Chaco, Matthew CPA, Mr. Mahesh Nair, Maknair Realty. We'd like to thank our gold sponsors, Mr. Thomas Matthew, Royal Realty Austin, Mr. Sebi Paul, Sky Tower Realty, Mr. Biju Paul, Prime Choice Lending, Mr. Renju Raj, Prime Choice Lending, and our very own HEB. Our silver sponsors, Mr. Ranjit Rajendran Dana Realty, Manpasan Supermarkets, Ortho 360, and Asha Radio. Thank you so much, sponsors. We'd like to thank the sponsors who were available here in Austin today to come over and receive the memento from our Gamma board directors. We would like to invite our Platinum Plus sponsor, Mr. J.B. Parakal, founder and CEO of PSG Group of Companies, over to the stage to receive a memento from our Gamma president, Mr. Shaiju. Welcome, sir. We would also like you to say a few words. എല്ലാവർക്കും PSG ഗ്രൂപ്പിൻ്റെ ഓണാശംസകൾ. അടുത്ത വർഷമെങ്കിലും പാൻഡമിക് മാറി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ഓണം ഉണ്ണാൻ സാധിക്കട്ടെ എന്ന് ശ്രമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. We would like to thank our Platinum Plus sponsor, Mr. Sijo Wadakan of Trinity Texas Realty. He's present here with us, and we would like to invite him to receive a memento from our Gamma board president, Mr. Shaiju. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗ്രേറ്റർ ഓസ്റ്റിൻ മലയാളി അസോസിയേഷൻ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓണം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രത്യേകമായി എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, ജാതിയില്ലാതെ മതമില്ലാതെ ആഘോഷിക്കുന്ന
ഒരേ ഒരു ആഘോഷമാണ് ഓണം. ഒരു അജണ്ടകളുമില്ല. അതുകൊണ്ട് ഞാൻ പറയും നന്മയുടേതാണ് ഈ ഓണാഘോഷങ്ങൾ. നന്മയുടേതായിട്ട് മാറട്ടെ. രണ്ടാമത്തെ കാര്യം, മലയാളികൾ ഒത്തിരി സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. ആ ഓണത്തിൻ്റെ ആഘോഷം മലയാളികളുടെ ഇടയിൽ, അമേരിക്കയുടെ ഇടയിൽ, ഓസ്റ്റിനിൽ അലയടിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേദി നൽകിയ ഗാമയ്ക്ക് ഒത്തിരി സന്തോഷം. ഞാനിവിടെ ആയിട്ട് 14 വർഷങ്ങളായി. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് തന്നെയാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രസ്ഥാനങ്ങളിലും നിങ്ങളൊപ്പം ഞാനൊന്നുണ്ടാകും, നിങ്ങളുടെ ഒരു താങ്ങായി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. We have our Platinum Plus sponsor, Mr. Bobby Matthew, Trusted Realty, here with us today. I would like to invite him to the stage to receive the memento from our Gamma Vice President, Mr. Arun. Thank you, Gamma, for inviting me for this auspicious occasion. And എല്ലാ ഓസ്റ്റിൻ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്രയും നാളും കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്കും എൻ്റെ കമ്പനിക്കും നിങ്ങൾ ഓരോരുത്തരും തന്നുകൊണ്ടിരുന്ന സപ്പോർട്ടിന് വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു ഓൾ ആൻഡ് പ്ലീസ് കണ്ടിന്യൂ ടു സപ്പോർട്ട് അസ്. Our clients are our strength, so I hope you all will continue to support us. Thank you. നമ്മുടെ പ്ലാറ്റിനം സ്പോൺസർ മിസ്റ്റർ മാത്യൂസ് ചാക്കോ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഉണ്ട്. ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ മാത്യൂസ് ചാക്കോ, മാത്യു CPA, to the stage to receive the memento from our Gamma treasurer, Mr. Shenai, and say a few words. So please. Thank you very much. I want to wish all the Malayalis a very happy Onam and all the blessings. Thank you very much, Gamma, for organizing this wonderful event. Thank you. ഗാമയുടെ പ്ലാറ്റിനം മൊമെൻറ്റോ സ്വീകരിക്കുന്നതിനായി മഹേഷ് നായർ മഗ്നയർ റിയൽറ്റിയെ ക്ഷണിക്കുന്നു. മൊമെൻറ്റോ കൊടുക്കുന്നതിനായി ഗാമ പ്രസിഡന്റ് മിസ്റ്റർ ഷൈജുവിനെ ക്ഷണിക്കുന്നു. മഹേഷ്, പ്ലീസ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ വളരെയധികം പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ വളരെയധികം സാധാരണഗതിയിൽ ഗാമ വളരെ ആക്റ്റീവായി ഇൻ പേഴ്സൺ ഇവൻറ്റ്സ് സംഘടിപ്പിക്കുന്നതിൽ വളരെ മുന്നിലാണ്. വെൻ യു കമ്പയർ വിത്ത് അതർ ഓർഗനൈസേഷൻസ്. ഈ ഒരു അവസരത്തിൽ പോലും ഇത്രയും പ്രതിസന്ധികളും കഷ്ടതകളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വെൻ വി ഓൾ ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ വളരെ ഈ ഒരു അവസ്ഥകളിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോയി ഒരു നല്ല കാലത്തേക്ക് നോക്കുന്ന ഈ ഓണനാളിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ, ഈ പ്രതിസന്ധികൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അതിനാൽ ഗാമ ചെയ്യുന്ന എല്ലാ ഈ ഓൺലൈൻ ഇവൻറ്റ്സിൻ്റെ എഫേർട്സ് സാധാരണ ഇൻ പേഴ്സൺ ഇവൻറ്റ്സിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ആൻഡ് ദീസ് ഗൈസ് ആർ ഡൂയിങ് ആൻ അമേസിങ് ജോബ്. ആൻഡ് ഇതിൻ്റെ ഒരു പാർട്ടാവാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതിനും എല്ലാം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. We would like to welcome our gold sponsor, Mr. Thomas Matthew with Royal Realty Austin. I'd like to invite you, sir, over to the stage to receive a memento from Mr. Prashant, who's a Gamma board member. Thank you. We would like to welcome our gold sponsor, Mr. Sebi Paul of Sky Tower Realty, over to the stage to receive a memento from our Gamma director, Mr. Rakesh. Thank you, sir. We have our silver sponsor, Mr. Ranjit Rajendran, Dana Realty, here with us today. I would like to invite him to the stage to receive the memento from our Gamma board director, Mr. Roshan. We know Tilana is a rhythmic dance piece in the Carnatic music tradition. Here, they present Swati Tirunal's popular Dhanashri Tilana with a modern twist of fusion music. It sounds amazing or exciting. Let's sit back and watch it.
जनन जनन तनन तनन तोम जनन जनन तनन तनन तोम जनन जनन तनन तनन जनन जनन तनन तनन तोम तोम जनन जनन तनन तनन तोम तोम जनन जनन तनन तनन गीत धुनि कुतक धीम नात्र कीट तोम नाच रहे गोरी ताई तई तई तुम फिर तुम गीत धुनि कुतक धीम नात्र कीट तोम नाच रहे गोरी ताई तई तई तुम फिर तुम गीत धुनि कुतक धीम नात्र कीट तोम नाच रहे गोरी ताई तई तई तुम फिर तुम गीत धुनि कुतक तान गावे तक तल तै तै तान गावे तक तल तै तै तान गावे तक तल तै 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 तक तना धीम तकिड तक धीम धीम तकिड तक धीम धीम तकिड तक धीम हद तो हद गीत धुनि कुतक पदुमनाभ तुम्हारी लीला पदुमनाभ तुम्हारी लीला क्या कहो मैं सावरो ताप संकट शरणायो सो हमारो तुम हरो ताप संकट शरणायो सो हमारो तुम हरो तदीम तदीम तिरना उदनित तानि तानि तदीम तदीम तिरना तानि तोम तद गद नरि तान नर तान धीम अलरि गलरि तद गदा तार तद गमाम तानि तद गदाम तार दीम 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 तक तन अलरि तोम 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 तक तन तनि अलरि गीत धुनि कुतक धीम नात्र कीट तोम नाच रहे गोरी तानि तै तै तुम फिर तुम गीत धुनि कुतक धीम नात्र कीट तोम नाच रहे गोरी तानि तै तै तुम फिर तुम गादि तै तै तुम फिर तुम गादि तै तै तुम फिर तुम गीत धुनि कुतक धीम निकुतक धीम निकुतक धीम ഗാമ വിർച്വൽ ഓണം പരിപാടികളെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഗാമ ബോർഡ് മെമ്പേഴ്സിൻ്റെ സ്കിറ്റും നോബിയുടെ ഷോയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ പെർഫോമൻസും എല്ലാം കൂടി ഗാമ നിങ്ങൾക്കൊരു നല്ല ഓണസദ്യയാണ് നൽകിയതെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രൈം ഷോ ആയ ഹരി ശിവരാമകൃഷ്ണൻ്റെ ലൈവ് അല്പസമയത്തിനുള്ളിൽ കാണാം. അതിനു മുമ്പ് ഓണം മെസ്സേജ് തരാൻ വേണ്ടി ഗാമ പ്രസിഡന്റ് മിസ്റ്റർ ഷൈജു ശശിമോഹനെ ക്ഷണിക്കുന്നു. വെൽക്കം ഷൈജു. താങ്ക് യു ദിവ്യ. ഹോസ്റ്റലിലെ എല്ലാ മലയാളികൾക്കും എൻ്റെയും ഗാമയുടെയും ഒരു നമസ്കാരം. ഓണം എല്ലാ മലയാളികളുടെയും ഹൃദയത്തിലെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അത് ഇൻ പേഴ്സൺ ഇവൻ്റ് ആയാലും വിർച്വൽ ഇവൻ്റ് ആയാലും അത് ആഘോഷിക്കാതെ എന്ത് ഓണം. ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ഹരി ശിവരാമകൃഷ്ണൻ്റെ ലൈവ് ഷോ ആണ്. അതുപോലെ തന്നെ ഹാസ്യ സാമ്രാട്ടുകളായ നോബിയുടെയും ബിനു അടിമാലിയുടെയും ഷോയുമാണ്. ഇത് സാധ്യമാക്കി തന്ന് നമ്മളുടെ സ്പോൺസേഴ്സും നമ്മുടെ എല്ലാ മലയാളികളുമാണ്. അവർക്ക് എൻ്റെ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തും. ഈ ഒരു ഇൻ പേഴ്സൺ ഇവന്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇവന്റ് സംഘടിപ്പിക്കാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊരു ഡിഫിക്കൽട്ട് ടൈമാണ്. നമുക്കൊരു ഇൻ പേഴ്സൺ ഇവന്റ് അതിനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. ഇത് ഇങ്ങനെ ഒരു ലൈവ് അല്ലെങ്കിൽ വിർച്വൽ ഇവന്റ് സാധ്യമാക്കി തന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവരുടെയും ഹാർഡ് വർക്കുമാണ്. ഇതൊരു ഗാന്ധി ജയന്തി ദിനമാണ്. ഇങ്ങനെ ഒരു ദിനത്തിൽ ഇതുപോലൊരു പ്രോഗ്രാം സാധ്യമാക്കി തന്നതിന് സർവേശ്വരനോട് ഞാൻ നന്ദി രേഖപ്പെടുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻജോയ് ദ ഷോ ആൻഡ് സപ്പോർട്ട് അസ്. ദിവ്യ, നമുക്ക് എങ്ങനെ ഹരീഷിനെ ചെക്ക് ചെയ്താലോ? ഡെഫിനറ്റ്ലി ഹരീഷ് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം റെഡി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. സ്റ്റുഡിയോയിലോട്ടൊന്ന് കണക്ട് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യാം. അദ്ദേഹം ഓൺ ദ വേ ആണെന്ന് തോന്നുന്നുണ്ട്.
കണക്ഷൻ ടേബിൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്നീഷ്യൻസ് സ്റ്റുഡിയോയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കാം. Give us a second. Let us try to connect to Harish. I think we have some technical difficulties right now in order to connect him. We will try to get back to you guys. ഹരീഷ് സ്റ്റുഡിയോയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. Okay. എന്താ നമുക്ക് എന്തായാലും കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടല്ലോ. അത് തന്നെ നമുക്ക് പരിപാടിയാണ്. ശരിയാണ്. അതാണ് നല്ലത്. അതെ. നമ്മുടെ ഗാമ മെമ്പേഴ്സ് അവതരിപ്പിക്കുന്ന പരിപാടികൾ ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അപ്പം അത് കുറച്ചും കൂടി കണ്ടിട്ട് അപ്പോഴേക്കും ഹരീഷ് ഇവിടെ എത്തുന്നതായിരിക്കും. ചില ഗാനങ്ങൾ അവയുടെ മാധുര്യം കൊണ്ട് ഹൃദയത്തിലിടം നേടിയെങ്കിൽ മറ്റു ചില ഗാനങ്ങൾ അവയുടെ വ്യത്യസ്തമായ ശൈലി കൊണ്ടാവും നമ്മൾ ഓർക്കുക. അങ്ങനെ ആസ്വാദക മനസ്സിൽ എല്ലാ കാലവും നിലനിൽക്കുന്ന ചില ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഡാഷിംഗ് ദിവാറ്റയും നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ പെർഫോമൻസുമായി എത്തുന്നു.
ഗാമ കർഷകശ്രീ 2021 വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുവാനായി ഗാമയിലെ ബോർഡ് മെമ്പേഴ്സ് ദിവ്യ ആൻഡ് റോഷനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. ഓസ്റ്റിനിലെ വ്യത്യസ്തമായ കൃഷിക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ഗാമ കർഷകശ്രീ വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വളരെ നല്ല പ്രതികരണമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ വർഷവും കർഷകശ്രീക്ക് ലഭിച്ചത്. വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്ത ചില പാർട്ടിസിപ്പൻസിൻ്റെ വീഡിയോസ് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം അല്ലേ റോഷൻ? തീർച്ചയായും. സോ തേർഡ് പ്രൈസ് ഗോസ് ടു കരുൺ നായർ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഷാനി ജിബി പാറക്കൽ. ആൻഡ് ഗാമ കർഷകശ്രീ 2021 അവാർഡ് ഗോസ് ടു റോയ് പൗലോസ്. നമസ്കാരം. എല്ലാവർക്കും ഗാമയുടെ മലയാളം സ്കൂളിന്റെ ഓണാശംസകൾ. ദൂരങ്ങൾ എത്ര താണ്ടിയാലും നാവിലും മനസ്സിലും മായാതെ നിൽക്കുന്ന ഒരു മധുരമാണ് നമ്മുടെ മലയാളം. അത് അകന്നു പോകാതെ കരുതേണ്ട ഒരു നിധിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ മാതൃസ്നേഹത്തിന്റെ കരുതൽ നിറഹൃദയത്തോടെ നൽകണം. അതിനായി എല്ലാ വർഷവും പോലെ ഈ വർഷവും ഗാമയുടെ മലയാളം ക്ലാസ്സുകളുടെ ആദ്യ സെമസ്റ്റർ സെപ്റ്റംബറിൽ ആരംഭിച്ചു. UT ഓസ്റ്റിൻ പ്രൊഫസറായ ഡോക്ടർ ദർശന മനയത്താണ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ. ഗാമയുടെ ഡയറക്ടേഴ്സായ റീഷ ധനേഷും ദിവ്യ വാര്യരും ഗാമയുടെ ഭാഗത്തു നിന്നും സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നു. Special congratulations to all credit achievers of last year's Gama Malayalam School. Shriya Nair, Advaith Ramesh, Shreya Shrikant and Ananya Govind. Congratulations once again. നമ്മുടെ ഓണത്തിന്റെ ഭാഗമായി സാന്ത്വനം ഫൗണ്ടേഷന് ചെക്ക് നൽകുന്നതിനായി ഗാമ ട്രഷറർ ഷെണയെയും മനോജിനെയും ക്ഷണിക്കുന്നു. ചെക്ക് സ്വീകരിക്കുന്നതിനായി വൈസ് ചെയർപേഴ്സൺ ശ്രീ സുരേഷ് വേണുക്കുട്ടനെ ക്ഷണിക്കുന്നു. We at Santa Rita Ranch are so honored to be able to award you guys the award of being Realtor of the Year at Santa Rita Ranch. And so, Elizabeth, you want to make the presentation here? On behalf of Santa Rita Ranch, we're so honored to give you the prize. We decided that $10,000 in cash would be a good start. It is our pleasure to congratulate a job well done to all of you and such exemplary character that fits so well into the Santa Rita Ranch story. Such a pleasure for us. Congratulations, and let's do it again next year. There we go. Here. PSG Group is a multinational company, founded in Austin, Texas, on 2006 by Jibi Parakal with a vision to provide IT services. It started with PSG Infobiz, and then moved to realty, investments, farms, commercial, hospitality, entertainment, foreign sales and acquisitions, holdings, building and developers, film production, and now Parakal Charity International.
Next, we have a semi-classical dance portraying realization of human beings during the period of COVID-19. And this is choreographed by Sridevi Deepu. നേരം വെളുക്കുമ്പോൾ കുവിയുണർത്തുവാൻ നാം ഒരു പൂവനെ കൂട്ടിലാക്കി. നേരം വെളുക്കുമ്പോൾ കുവിയുണർത്തുവാൻ നാം ഒരു പൂവനെ കൂട്ടിലാക്കി. വീടിനു കാവലായി വാലാട്ടി നിൽക്കുവാൻ ശുനകനെ ചങ്ങലയാൽ മെരുക്കി. വീടിനു കാവലായി വാലാട്ടി നിൽക്കുവാൻ ശുനകനെ ചങ്ങലയാൽ മെരുക്കി. കൊഞ്ചിക്കളിക്കുവാൻ ഭാവി പറയുവാൻ ശാരിക പെണ്ണിനും കൂടൊരുക്കി. പാട്ടൊന്നു പാടിപ്പഠിക്കുവാൻ കുയിലിനെ ഒത്തിരി നാളു തടവിലാക്കി. പാട്ടൊന്നു പാടിപ്പഠിക്കുവാൻ കുയിലിനെ ഒത്തിരി നാളു തടവിലാക്കി. കാട്ടിൽ മതിക്കുന്ന കൊമ്പനെ വാരിക്കുഴിയിൽ വീഴ്ത്തി മെരുക്കി നമ്മൾ. പൂരപ്പറമ്പുകൾക്കാഘോഷമാകുവാൻ ചങ്ങലക്കിട്ടു നടത്തിയെന്നും ചങ്ങലക്കിട്ടു നടത്തിയെന്നും. അമ്മ പശുവിൻ്റെ പാൽ നുണയാൻ വിട്ടു പൈക്കിടാവിനെ ചതിച്ചു നമ്മൾ. അകിടിൽ ചുരത്തിയ അമ്മതൻ വാത്സല്യം ഊറ്റിക്കറന്നു കുടിച്ചു നിത്യം. ഊറ്റിക്കറന്നു കുടിച്ചു നിത്യം. തേനീച്ചകൾക്കും കൂടൊരുക്കി കൊന്നു തേനും മുഴുവൻ പിഴിഞ്ഞെടുത്തു. ഒത്തിരിയാളുടെ ഒത്തിരി നാളത്തെ അധ്വാനമെന്തു മധുരമെന്നു. വർണ്ണക്കിളികളെ കൂട്ടിലാക്കിയെന്നും നോക്കിയിരുന്നു രസിച്ചു നമ്മൾ. വീടിനലങ്കാരമാകുവാൻ വർണ്ണമീനുകളെ ചില്ലുകൂട്ടിലാക്കി. എന്നിട്ടും നമ്മൾ ഇന്നൊരു വീട്ടിൽ സന്തോഷമില്ലാതെ ഇരിക്കയല്ലേ, സന്തോഷമില്ലാതെ ഇരിക്കയല്ലേ. കൊറോണ എന്നൊരു ഇത്തിരി ഭീകരൻ നമ്മെ പിടിച്ചും തടവിലാക്കി. കൊറോണ എന്നൊരു ഇത്തിരി ഭീകരൻ നമ്മെ പിടിച്ചും തടവിലാക്കി. സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമെന്തെന്നു ഇനി നമുക്കും ഒന്നറിഞ്ഞിരിക്കാം. സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമെന്തെന്നു ഇനി നമുക്കും ഒന്നറിഞ്ഞിരിക്കാം. നമ്മളീ ഭൂമിയിൽ എത്ര നിസ്സാരമാം ജീവികളെന്നും തിരിച്ചറിയാം. നമ്മളീ ഭൂമിയിൽ എത്ര നിസ്സാരമാം ജീവികളെന്നും തിരിച്ചറിയാം. ജീവികളെന്നും തിരിച്ചറിയാം. എന്തൊരു പവർഫുൾ ഡാൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Now we have a classical dance choreographed by Divya Warrior, who is a renowned dancer cum choreographer in the Austin Round Rock area. This particular dance piece showcases the way Lord Krishna is teased by his beloved Radhas. So please sit back and enjoy this beautiful dance performance performed by 8 talented dancers.
താങ്ക് യു ഡാൻസേഴ്സ്, ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നോപുരധ്വനി ടീം അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ കണ്ടംപററി ഡാൻസ് ഫോമാണ്. Semi-classical dance is choreographed to the tracks of Agam band's Malhar Jam and Niye Bhuvin song. This is a fusion of Bharatnatyam, Kathak and Odissi steps. We are dedicating this to womanhood. Woman who decides to remain strong despite the fears and achieves their heights by embracing the challenges. It takes female to have a baby. It takes a woman to raise a child. It takes a mother to raise them correctly. It takes a warrior to show them how to change the world. Tom tanana dhire na dhire na, tom tanana dhire na dhire na, tom tanana dhire na dhire na, tom tanana dhire na dhire na. Purana deep tadana deep tana dhire na, purana deep tadana deep tana dhire na, deep tano 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 tadhire na. Tano 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 tadire na, tanana dire na dire na, tanana dire na dire na, tanana dire na dire na, tanana dire na. Ni ba 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 ba, ni ba 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 ba, ni ba 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 ba. ചരിതമതേരെ പറയുവതിൻ വിധി നേരം മതിയാവ
പൂവാടികൾ പൂത്തുവിരിഞ്ഞി തങ്കനില കുളിരല തൂകി പൊന്നമ്പിളി വാനിലുയർന്നേ ശ്രാവണ പുലരിയണഞ്ഞേ പൂവാടികൾ പൂത്തുവിരിഞ്ഞി തങ്കനില കുളിരല തൂകി പൊന്നമ്പിളി വാനിലുയർന്നേ അത്തപ്പൂ കളമെഴുതി കിളി പാടി തുമ്പികൾ പാടി അനിഴപ്പൂ കളമെഴുതി ഉത്രാടത്തേരു വരുന്നേ ഓണം പൊൻതിരുവോണം പൂവിളി ഉയരും തുമ്പകൾ അഴകുടു മലരിടും ഓണം പൊൻതിരുവോണം പൂവിളി ഉയരും തുമ്പകൾ അഴകുടു മലരിടും. അതെ നമ്മുടെ മാവേലിയുടെ PCR ടെസ്റ്റ് ഒക്കെ നെഗറ്റീവ് ആണല്ലോ അല്ലേ? എല്ലാം നെഗറ്റീവ് ആണ്. നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉറപ്പാണല്ലോ അല്ലേ? നമ്മളെ വെറുതെ കൊടുക്കല്ലേ. പിന്നല്ല, ധൈര്യത്തെ വിളിച്ചു. എന്നാ ശരി, ഓക്കെ, താങ്ക് യു. ഓണായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി എവിടെയെന്നല്ലേ? പേടിക്കണ്ട, നമ്മുടെ മാവേലി തമ്പുരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചിരുന്നു. PCR ടെസ്റ്റ് ഒക്കെ നെഗറ്റീവാണ്, ക്വാറന്റൈനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ മാവേലി തമ്പുരാൻ ഇവിടെ തന്നെയുണ്ട്. ലെറ്റ് മീ വെൽക്കം ഹിം ടു ദ സ്റ്റേജ്. മാവേലി തമ്പുരാൻ, പ്ലീസ് സ്റ്റേജിലേക്ക് വരൂ. വാക്സിനേഷൻ രണ്ടും എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? 2 വാക്സിനേഷൻ ഉണ്ട്. കാർഡ് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ കാർഡ് വീട്ടിലുണ്ട്. സാനിറ്റൈസർ ഒക്കെ ഉണ്ട്, നന്നായിരുന്നു. ഓ, സാനിറ്റൈസർ ഉണ്ട്, ഇപ്പൊ തരാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ട് ഗാമ ഈ വർഷവും വളരെ ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത വർഷം ഈ മഹാമാരിയൊക്കെ മാറി നമുക്കെല്ലാവർക്കും ഒത്തുകൂടി ഒരുമിച്ച് ഓണം ആഘോഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രജകളെല്ലാം ഇവിടെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. പാതാളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഞങ്ങളെ കാണാൻ വന്ന മാവേലി തമ്പുരാന് ഗാമയുടെ എല്ലാവരുടെയും വക വളരെയധികം നന്ദി. പാലക്കാട് ജില്ലയിലെ ഷൊർണൂറിൽ ജനിച്ച ഹരീഷ് ശിവരാമകൃഷ്ണൻ തൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ കർണാട്ടിക് സംഗീതം അഭ്യസിച്ചു വരുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത കർണാട്ടിക് റോക്ക് ബാൻഡ് അകത്തിന്റെ ലീഡ് സിംഗർ കൂടിയാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. സൂററൈ പോട്ര്, ജവാൻ ഓഫ് വെള്ളിമല, ഒരു വടക്കൻ സെൽഫി, രാമലീല, സോളോ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് ഹരീഷ്. ലേറ്റസ്റ്റ് സൈമ അവാർഡ് വിന്നർ കൂടിയായ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ലൈവ് പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്, നമസ്കാരം. എന്താ പറയുക, രാവിലെ ഒരു പരിപാടി ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ഒരുപാട് കാലമായി. താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ആൻഡ് മൈ നെയിം ഇസ് ഹരീഷ്. എൻ്റെ കൂടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അനിയൻ ശ്രീനാഥ്, ലിബോയ്, ഞങ്ങൾ രണ്ടുപേരുണ്ട്. ആൻഡ് ഹാപ്പി ടു എൻ്റർടൈൻ യു ഫോർ ദി നെക്സ്റ്റ് 1 hour. അതിനു മുമ്പ് ഓസ്റ്റിൻ മലയാളി അസോസിയേഷൻ ആയ ഗാമയുടെ വെർച്വൽ ഓണം പരിപാടിക്ക് ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. താങ്ക് യു സോ മച്ച്, വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ പാട്ടുകളുടെ ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം.
റിക്വസ്റ്റുകളും കൂടി നോക്കാം. പിന്നെ നമുക്ക് വേറൊരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത്, നല്ലൊരു പാട്ട് വന്നിട്ടുണ്ടേ. ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് പ്രാണസഖി, ഇഷ്ടമുള്ള പാട്ട്. അതുപോലെ തന്നെ മിഥുൻ കടവിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു പുഷ്പം. നമ്മൾ ബാബുക്കൽ 2 പാട്ട് ബാക്ക് ടു ബാക്ക്, നമുക്ക് ഒരു പുഷ്പം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശ്രീ മിഥുൻ ആദ്യത്തെ പാട്ട് താങ്കൾക്ക് വേണ്ടി, ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി താങ്കൾക്ക് വേണ്ടി അടുത്ത പാട്ട്. 2 പാട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ചെയ്യാം. ഈ ആണോ? അല്ല, നമ്മൾ പതിവ് പോകണം. ഇല്ല സിജോ, ആക്ച്വലി സിജോയുടെ 2 ഫോണിൽ നിന്ന് എനിക്ക് കാണുന്നുണ്ട്. മേ ബി അതായിരിക്കും എക്കോ വരുന്നത്. ഏതെങ്കിലും ഒരു ഇതിന്ന് ലോഗിൻ ചെയ്യോ? ഓക്കെ, നമുക്ക് സിജോയിലേക്ക് പിന്നെ തിരിച്ചു വരാം. കേൾക്കാമോ? ഹലോ. ഇപ്പൊ കേൾക്കാം. ഓക്കെ. എന്തായാലും ഞാൻ എല്ലാം പ്രോഗ്രാം കണ്ടു. ഇറ്റ് ഈസ് വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു, പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തീരമേ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതായത് നമ്മുടെ മാലിക്കിലെ ഒരു നല്ലൊരു മെലഡീസ് ആയിട്ട് പാട്ടായിരുന്നു പുതിയത്. അത് പാടാൻ കിട്ടിയത് നന്നായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഹാഷ്ടാഗ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. കുറെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഹരീഷ് പാടി. പാടിയിരുന്നു. ഓക്കെ. Then I'll look into it. Yes. ഓക്കെ. നമുക്ക് അടുത്ത സ്പോൺസറിലേക്ക് പോവാം. മിസ്റ്റർ ജിബി പാറയ്ക്കൽ. എല്ലാവർക്കും ഓസ്ട്രേലിയ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും. PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, PSG റിയാലിറ്റി, PSG ഇൻവെസ്റ്റ്മെന്റ്സ്, PSG property management, and thank you all your support during the past 9-10 years, and looking forward more to come, and hopefully we all can do live in Onam just like 2 years back we had. So once again, thank you all Gamma board members, and looking forward to the remaining evening. താങ്ക് യു ജിബി. താങ്ക് യു സിജോ. അടുത്തായി നമ്മുടെ പ്ലാറ്റിനം പ്ലസ് സ്പോൺസർ ബോബി മാത്യുവിനെ ക്ഷണിക്കുന്നു. വെൽക്കം ബോബി. Good evening everyone. Hope all of you are enjoying this beautiful evening. ഈ മനോഹരമായ ഈ പ്രോഗ്രാം അണിയിച്ചൊരുക്കിയ ഗാമയുടെ ഭാരവാഹി, അതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ട്രസ്റ്റഡ് വ്യക്തിയുടെയും ബിഗ് താങ്ക്സ്. പിന്നെ മനോഹരമായ കോമഡിയിലൂടെ ഇന്ന് നമ്മളെല്ലാം ചിരിപ്പിച്ച നോബി ആൻഡ് ടീമിനും, മെലോഡിയസ് സോങ്സിലൂടെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഒരു മെമ്മറബിളായ ഡേയാക്കി മാറ്റിയ ഹരീഷിനും താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫ്രം മീ ആൻഡ് മൈ ഫാമിലി ആൻഡ് ട്രസ്റ്റഡ് റിയൽറ്റി. താങ്ക് യു ഓൾ. താങ്ക് യു ബോബി. അപ്പോൾ നമ്മുടെ പ്ലാറ്റിനം പ്ലസ് സ്പോൺസേഴ്സിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്പോൺസേഴ്സിന് താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗാമ വൈസ് പ്രസിഡന്റ് അരുൺ മോഹനെ ക്ഷണിക്കുന്നു. അരുൺ, ഓവർ ടു യു. Hi, thank you, Divya. Hello, Austin. Good evening. And first of all, thanks to Harish for this amazing performance, what he has done so far. You took us really to a different level. Thank you so much. Yep. Thank you to all our sponsors who have been contributing to us, all these years and supporting us throughout all these ventures. Without them, this would not have been possible. And again, thank you to my community for supporting us with all these programs, to all the participants who actually really performed well. This was amazing performances. And again, last but not the least, I'm really thanking wholeheartedly my board of directors who made this all possible. We have been working day and night to get this happen, and this is probably the first time we are doing this in Gama, like a mix of live and recorded and everything. So we had our own challenges. Please bear with us. Thanks a lot for the support community, and stay safe. Thank you, Divya. താങ്ക് യു സോ മച്ച് അരുൺ. ഹരീഷ്, നമ്മുടെ സ്പോൺസേഴ്സിനെല്ലാം വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പം നമ്മുടെ ഓസ്ട്രേലിയനെ നേരിട്ട് എത്രയും വേഗം കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. ആക്ച്വലി താങ്ക് യു സോ മച്ച് Austin Malayali Association Gama. I mean, this is a great way to start our morning. ഞങ്ങൾക്ക് രാവിലെയാണ്, പക്ഷേ it's such a phenomenally good way to start our morning in a very musical way. Thank you for that opportunity, and thank you for putting together this event, and my congratulations to everybody involved. My best wishes to everybody, and a very, very belated happy Onam to everybody. And like I said, നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ. നേരിട്ടൊരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും വരണം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ സമയത്തും ഞങ്ങളെ പ്രോഗ്രാമിന് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു സ്നേഹവും ഈ സപ്പോർട്ടും എന്നും എനിക്ക് മാത്രമല്ല, നമ്മുടെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നിങ്ങളുടെ ആ ഒരു പാട്രണേജും സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ആർട്ടിസ്റ്റിന് ഭയങ്കര ആവശ്യമായൊരു കാര്യമാണത്. with 2 very hard years behind us and a new year beckoning, I'm really hoping that you guys will come together and support us whenever we are in your country. And this song is for the sponsors of this beautiful event. One word from me: thank you so much, sirs, for having come forward and supported a musical and entertainment concert at this point in time. And this one goes out to you. Thank you so much. തീർച്ചയായിട്ടും ഉടനെ തന്നെ നേരിട്ട് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ ഹാവ് എ ഫാന്റാസ്റ്റിക് റെസ്റ്റ് ഓഫ് ദി ഈവനിങ് ആൻഡ് ബൈ, സീ യു സൂൺ. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. താങ്ക് യു ഹരീഷ്. എല്ലാവരും ഹരീഷിൻ്റെ ലൈവ് പെർഫോമൻസ് വളരെയധികം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് ഗാമയിലെ എല്ലാ മലയാളികളും ഈ വർഷത്തെ വെർച്വൽ ഓണം ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. This is Rincy. This is Tia signing off. Bye.